പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും യേശുമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും ഇരിക്കാം. ഹല്ലേലൂയ. സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. വലതുകൈ ഉയർത്തി പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെന്ന് ഈ പുതിയ പ്രഭാതത്തിൽ ഈശോ നമ്മെ എല്ലാവരെയും തൻ്റെ നമ്മെ ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണ്. ഈ ദിവസം പ്രത്യേകമായിട്ട് നമ്മൾ കർത്താവിന് നന്ദി പറയാം. കർത്താവിനോടുള്ള സ്നേഹത്തിൽ കൂടുതൽ ഉജ്ജ്വലിക്കാൻ വേണ്ടിയെല്ലാം നമുക്ക് ഈ ദിവസം പ്രത്യേകമായിട്ടും പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു വിഷയം ദൈവചിന്ത ഇല്ലാത്തവർ. അങ്ങനെ ഇന്ന് ധാരാളം പേരുണ്ടെന്ന് നമുക്കറിയാം. ദൈവചിന്തയില്ല. അപ്പം ദൈവത്തെക്കുറിച്ച് ചിന്തയില്ലാത്ത അനേകം വ്യക്തികൾ ഈ കാലഘട്ടങ്ങളിൽ പെരുകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ചിന്തയോടുകൂടി വ്യാപരിക്കുന്നവർക്ക് എന്ത് മെച്ചമുണ്ടാകും? ഇതിനെക്കുറിച്ചെല്ലാം നമ്മൾ ഇന്ന് ചിന്തിക്കുകയാണ്. ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സാമുവേലിൻ്റെ 2-ാം പുസ്തകം 23-ാമത്തെ അധ്യായം 6ഉം 7ഉം തിരുലിഖിതങ്ങൾ. നമുക്ക് ബൈബിൾ തുറക്കാം. സാമുവേലിൻ്റെ 2-ാം പുസ്തകം 23-ാമത്തെ അധ്യായം 6ഉം 7ഉം തിരുലിഖിതങ്ങൾ. അവിടെ ദൈവചിന്ത ഇല്ലാത്തവരെ കുറിച്ച് വചനം പഠിപ്പിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് ആ ദൈവവചനം ഒരുമിച്ച് വായിക്കാം. 2 സാമുവേൽ 23-ന്റെ 6ഉം 7ഉം തിരുലിഖിതങ്ങൾ നമുക്ക് ഒരുമിച്ച് വായിക്കാം. ദൈവചിന്തയില്ലാത്തവർ എറിഞ്ഞു കളയേണ്ട മുള്ളു പോലെയാകുന്നു, അത് കയ്യിൽ എടുക്കുകയില്ലല്ലോ. കമ്പിയോ കുന്തത്തിൻ്റെ പിടിയോ കൊണ്ടല്ലാതെ ആരും അത് തൊടുന്നില്ല, അത് നിശേഷം ചുട്ടുകളയും. നമുക്ക് ഒരുമിച്ച് വായിക്കാം. എല്ലാവരും എടുത്തല്ലോ. ദൈവചിന്തയില്ലാത്തവർ എറിഞ്ഞു കളയേണ്ട മുള്ളു പോലെയാകുന്നു, അത് കയ്യിൽ എടുക്കുകയില്ലല്ലോ. കമ്പിയോ കുന്തത്തിൻ്റെ പിടിയോ കൊണ്ടല്ലാതെ ആരും അത് തൊടുന്നില്ല, അത് നിശേഷം ചുട്ടുകളയും. അപ്പൊ ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പഠിപ്പിക്കുക. ദൈവചിന്ത ഇല്ലാത്തവർ, ദൈവവിശ്വാസം ഇല്ലാത്തവർ, ദൈവത്തെ ആരാധിക്കാത്തവർ എങ്ങനെയുള്ളവരാന്ന് പറയാ? അവര് മുള്ളു പോലെയാന്നാ പറഞ്ഞത്. എറിഞ്ഞു കളയേണ്ട മുള്ളു പോലെ. എറിഞ്ഞു കളയേണ്ട മുള്ള് നമുക്കറിയാം. എന്നിട്ട് വചനം പറയുകയാണ് അത് കൈകൊണ്ടെടുക്കില്ല. മുള്ളാരും കൈകൊണ്ടെടുക്കുകയില്ല. അതുപോലെ തന്നെ വചനം പറയാം അത് എടുക്കുന്ന എങ്ങനെയാ? കമ്പി കൊണ്ടോ കുന്തത്തിൻ്റെ പിടി കൊണ്ടോ അല്ലാതെ ആരും എടുക്കില്ല. എന്നിട്ട് പറയാം ചുട്ടുകളയുമെന്ന് പറയാം. അപ്പൊ ദൈവത്തെക്കുറിച്ച് ചിന്തയില്ലാത്ത ഒരു വ്യക്തിയുടെ ജീവിതം ചാരമാകുന്ന ജീവിതം എന്നായി പറഞ്ഞതിൻ്റെ അർത്ഥം. ചുട്ട് നശിപ്പിക്കപ്പെടുന്ന ഒരു ജീവിതം, മാറ്റി നിർത്തപ്പെടുന്ന ഒരു ജീവിതം, ചേർത്ത് നിർത്താൻ പറ്റാത്ത ഒരു ജീവിതം. ദൈവചിന്തയില്ലാത്തവർ, ദൈവഭക്തിയില്ലാത്തവർ, ദൈവത്തെക്കുറിച്ച് ജ്ഞാനമില്ലാത്ത വ്യക്തികളുടെ ജീവിതങ്ങൾ ഇതേപോലെ ആയിത്തീരുമെന്ന് പറയുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയാം. വലതുകൈ പറഞ്ഞേ ഹല്ലേലൂയാം. സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയാം. ഇപ്പൊ ദൈവത്തെക്കുറിച്ച് ചിന്തയില്ലാത്തവർ ഈ കാലഘട്ടങ്ങളിൽ ധാരാളം പെരുകി എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഒരു അമ്മച്ചി വിളിച്ചത് ഓർക്കുകയാണ്. ഈ അമ്മച്ചി വിളിച്ചത് അമേരിക്കയിൽ നിന്നാണ്. വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഈ അമ്മച്ചിയുടെ മക്കൾ 4 പേരുണ്ട്, 3 പേര് ഇപ്പോൾ അമേരിക്കയിലാണ്. അപ്പം ഇവർ അമേരിക്കയിൽ പോകുന്നതിന് മുമ്പ് പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ ധ്യാന കേന്ദ്രങ്ങളിൽ പോയി ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നു. അവരുടെ പരീക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഓരോരുത്തരും അവിടെ പോകുന്നു, കുമ്പസാരിക്കുന്നു, എല്ലാ മാസങ്ങളിലെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നു. അങ്ങനെ കുടുംബം പ്രാർത്ഥിച്ച് അഭിവൃദ്ധിപ്പെട്ടു. അങ്ങനെ ഓരോരുത്തരായി അങ്ങനെ അമേരിക്കയിലേക്ക് പോവുകയാണ്. അവിടെ ചെന്നു, നല്ല ജോലി കിട്ടി, എൻജിനീയർമാരായി, അതുപോലെ മറ്റു പല പ്രൊഫഷനിലേക്കെല്ലാം മാറി. അങ്ങനെ അവിടെ എത്തിക്കഴിഞ്ഞ് ഈ അമ്മച്ചി എന്നോട് പറഞ്ഞ കാര്യം ഇതാണ്. ഈ അടുത്ത കാലങ്ങളിൽ ഈ അമ്മച്ചി ശ്രദ്ധിക്കുന്നൊരു കാര്യം ഇതാണ്: ഈ മക്കൾക്ക് ദൈവവിശ്വാസമില്ല. പള്ളിയിൽ പോകാൻ താല്പര്യമില്ല, പ്രാർത്ഥിക്കാൻ താല്പര്യമില്ല. ഈ അമ്മച്ചി അവിടെ ചെന്നിട്ട് ഈ അമ്മച്ചിക്ക് ഒന്ന് പള്ളിയിൽ പോകാനുള്ള സ്വാതന്ത്ര്യം പോലും കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞു. പള്ളിയിൽ പോകാനുള്ള സ്വാതന്ത്ര്യം അവർ കൊടുക്കുന്നില്ല, നിഷേധിക്കുകയാണ്. രണ്ടുപേര് നിരീശ്വരവാദികളായെന്ന് പറഞ്ഞു. അപ്പം ദൈവമില്ല എന്നാ പറയുന്നതെന്നാ പറഞ്ഞു. ദൈവമില്ല,
നിരീശ്വരവാദികളായിട്ട് അവര് അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് നടക്കുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയാം, പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം. ദൈവ ചിന്തയില്ലാത്തവർ ഇന്ന് പെരുകുകയാണ്. ഒന്നിൻ്റെ കുറവില്ല. സമ്പത്തുണ്ട്, സമ്പത്തിന് കുറവില്ല. അതുപോലെ തന്നെ ജോലിക്ക് കുറവില്ല, സുഖ സൗകര്യങ്ങൾക്ക് കുറവില്ല. ഇതെല്ലാം വർദ്ധിച്ചു കഴിയുമ്പോൾ അവർ ദൈവത്തിന് എതിരായി അവർ ചിന്തിക്കുക. ദൈവം ഇല്ല എന്നാ പറയുന്നത്. അവർ പറഞ്ഞെന്നാ പറഞ്ഞു, ബൈബിൾ പറഞ്ഞിട്ട് പറഞ്ഞു ഇതൊക്കെ മനുഷ്യനുണ്ടാക്കിയതല്ലേ, ഇതെല്ലാം മനുഷ്യനുണ്ടാക്കിയതല്ലേ. യോഹന്നാന്റെ സുവിശേഷം 14:24 ദൈവത്തിന് വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 14:24 ദൈവവചനം എന്താന്ന് പറയുന്നുണ്ട്. ഈശോ തന്നെ പറയുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 14:24 വായിച്ചു. എന്നെ സ്നേഹിക്കാത്തവനോ എൻ്റെ വചനങ്ങൾ പാലിക്കുന്നില്ല. നിങ്ങൾ ശ്രവിക്കുന്ന ഈ വചനം എൻ്റേതല്ല, എന്നെ അയച്ച പിതാവിൻ്റേതാണ്. നമുക്ക് വലുതേരും ഉയർത്തി പറയാം. നിങ്ങൾ ശ്രവിക്കുന്ന ഈ വചനം എന്റേതല്ല, എന്നെ അയച്ച പിതാവിൻ്റേതാണ്. ഈ ദൈവവചനം ഈശോ പറയുകയാണ്, ഇത് പിതാവായ ദൈവത്തിൻ്റെതാണ്. പിതാവായ ദൈവം നമ്മോട് സംസാരിക്കുന്നതാണ് ദൈവവചനം. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിനെ സംശയിക്കേണ്ട കാര്യമില്ല. ഇത് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ യുക്തിചിന്തകൾ, നിരീശ്വര ചിന്തകൾ ഇതെല്ലാം കയറി വരുമ്പോൾ ദൈവവചനത്തെ അവരുടെ ജീവിതത്തിൽ നിന്നും അപ്പാടെ മാറ്റിക്കളയുന്ന ശൈലികൾ അനേകം വ്യക്തികളുടെ ജീവിതങ്ങളിൽ കടന്നു വരികയാണ്. അതുകൊണ്ട് ദൈവവിചാരം നഷ്ടപ്പെട്ടു പോവുകയാണ്, ദൈവചിന്ത നഷ്ടപ്പെട്ടു പോവുകയാണ്. ഹോസിയ പ്രവാചകന്റെ പുസ്തകത്തിൽ 4-ാമത്തെ അധ്യായം, ഹോസിയ പ്രവാചകന്റെ പുസ്തകം 4-ാമത്തെ അധ്യായം 1 മുതലുള്ള വചനങ്ങളിൽ 3 വരെയുള്ള വചനങ്ങളിൽ നമ്മൾ ഇതിനെക്കുറിച്ച് ദൈവവിചാരം നഷ്ടപ്പെട്ടു കഴിയുമ്പോൾ ഒരു കുടുംബം അല്ലെങ്കിൽ വ്യക്തികളുടെ ജീവിതത്തിൽ വരുന്ന തിന്മകളെ കുറിച്ച് പറയുകയാണ്. എല്ലാവരും എടുത്തോ, ഒരുമിച്ച് വായിക്കാം. ഇസ്രായേൽ ജനമേ, കർത്താവിന്റെ വാക്ക് കേൾക്കുക. ദേശവാസികൾക്കെതിരെ അവിടുത്തേക്ക് ഒരു ആരോപണമുണ്ട്. ഇവിടെ വിശ്വസ്തതയോ സ്നേഹമോ ഇല്ല. ദൈവവിചാരം ദേശത്ത് അറ്റുപോയിരിക്കുന്നു. ആണയിടലും വഞ്ചനയും കൊലപാതകവും മോഷണവും വ്യഭിചാരവും സീമാതീതമായിരിക്കുന്നു. ഒന്നിനു പുറകെ ഒന്നായി കൊലപാതകം നടക്കുന്നു. അതിനാൽ ദേശം വിലപിക്കുന്നു, അതിലെ സകല നിവാസികളും ക്ഷയിക്കുന്നു. അപ്പൊ ദൈവത്തിന് വചനം പറയുകയാണ്, ഇന്ന് സകല ദേശവാസികൾ ക്ഷയിച്ചു പോകാനുള്ള കാരണം ഇതാ. ദൈവത്തെ ആരാധിക്കുന്നില്ല, ദൈവചിന്തയില്ല. ദൈവചിന്ത നഷ്ടപ്പെട്ടു പോകുന്ന വ്യക്തികളും കുടുംബങ്ങളും ക്ഷയിച്ചു പോകും. ദൈവത്തിന് വചനം പറയുകയാണ്, അങ്ങനെയുള്ളവർ ക്ഷയിച്ചു പോകും. നമുക്കറിയാം, അനേകം സമ്പത്തുള്ള വലിയ തറവാട്ടുകാരെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. തട്ടിൽ പിതാവ് ഒരിക്കൽ, മേജർ ആർച്ച് ബിഷപ്പ് ഒരിക്കൽ പ്രസംഗം പറഞ്ഞ് ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം കൊച്ചായിരിക്കുന്ന കാലഘട്ടത്തിൽ ടൗണിൽ തന്നെയായിരുന്നല്ലോ വീട്. അദ്ദേഹം പറഞ്ഞു, അന്ന് അവിടെ വലിയ സമ്പന്നരായിട്ടുള്ള ബിസിനസ്സുകാര്, സ്വർണ്ണക്കടക്കാര്, തുണിക്കടക്കാര്, മറ്റ് ബിസിനസ്സുകാര് തൃശ്ശൂർ ടൗണിലുണ്ട്. അപ്പൊ അന്ന് കൊച്ചായിരിക്കുന്ന കാലഘട്ടത്തിൽ പിതാവ് പറയാണ്, ഞങ്ങളൊക്കെ ദാരിദ്ര്യം ഉണ്ടായിരുന്നു, ഞങ്ങൾ അനുഭവിച്ചു വരാം. അപ്പൊ ഞങ്ങളിങ്ങനെ ചിന്തിക്കുമ്പോൾ ഇവരുടെയൊക്കെ തലമുറകൾ ഇട്ടുമൂടാനുള്ള, ഒരു 10-20 തലമുറകൾക്ക് ഇട്ടുമൂടാനുള്ള, ജീവിക്കാനുള്ള സ്വത്തുണ്ടായിരുന്ന തലമുറകൾ, അങ്ങനെയുള്ള വ്യക്തികൾ പിതാവ് പറയാം അത്ഭുതത്തോടെ നോക്കിയിരുന്നെന്നൊക്കെ പറയാണ്. പിന്നീട് മെത്രാനായതിനു ശേഷം പിതാവ് പിന്നീട് പറഞ്ഞ കാര്യം ഇതാണ്. പ്രസംഗിക്കുന്ന സമയത്ത് അദ്ദേഹം പറയുകയാണ്, അങ്ങനെയുണ്ടായിരുന്ന ആ തലമുറകൾ ഇന്ന് ഒന്നുമില്ലാത്തവരായി മാറി എന്ന് പറഞ്ഞു. എല്ലാം നഷ്ടപ്പെട്ടു പോയെന്ന് പറഞ്ഞു. എന്നിട്ട് പിതാവ് പറഞ്ഞൊരു കാര്യം ഇതാണ്, അവരുടെ ജീവിതത്തിൽ ഇതെല്ലാം തകർന്നു പോകാനുണ്ടായ കാരണം എന്ന് പറയുന്നത് ദൈവാരാധന നഷ്ടപ്പെട്ടു പോയി എന്നാണ് പറഞ്ഞത്. ദൈവത്തെക്കുറിച്ചുള്ള ചിന്ത അവരുടെ ജീവിതങ്ങളിൽ നഷ്ടപ്പെട്ടു പോയി. സമ്പത്ത് പെരുകി, സുഖസൗകര്യങ്ങൾ വർദ്ധിച്ചു. ദൈവത്തെ ആരാധിക്കാനോ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിൽ അവരുടെ ജീവിതത്തിൽ അതിന് വില കൊടുക്കാനോ തയ്യാറാകാതെ വന്നപ്പോൾ കുടുംബങ്ങൾ, തലമുറകൾ നാശത്തിലേക്ക് പോയി. പറഞ്ഞേ ഹല്ലേലൂയാ,
വലതിരുമൂർത്തി പറഞ്ഞേ ഹല്ലേലൂയാം, പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം. സ്നേഹമുള്ളവരെ, നമ്മൾ ഇന്ന് അനേകം വ്യക്തികൾ ഒരുപക്ഷെ നമ്മെയും വേണേ കളിയാക്കിയെന്ന് വരാം. നീ എന്തിനാ പള്ളിയിൽ പോകുന്നത്? നീ എന്തിനാ ദൈവത്തെ ആരാധിക്കുന്നത്? നീ ദൈവവചനം വായിക്കുന്നത് എന്തിനാണ്? അല്ലെങ്കിൽ ആത്മീയ ശുശ്രൂഷകളിൽ നീ പോകുന്നത് എന്തിനാണ്? പങ്കെടുക്കുന്നത് എന്തിനാണ്? അത് നിനക്ക് മോശമല്ലേ എന്നെല്ലാം പറഞ്ഞ് ഒരുപക്ഷെ നിന്നെ കളിയാക്കുന്നുണ്ടെങ്കിൽ, വില കുറിച്ച് കാണുന്നുണ്ടെങ്കിൽ, ഇകഴ്ത്തി പറയുന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചറിയണം, ദൈവത്തെ ആരാധിക്കാത്ത ഒരു വ്യക്തിയുടെ ജീവിതവും അനുഗ്രഹിക്കപ്പെടുകയില്ല. പറഞ്ഞേ ഹല്ലേലൂയാം, പറഞ്ഞേ ഹല്ലേലൂയാം, വലതിരുമൂർത്തി പറഞ്ഞേ ഹല്ലേലൂയാം, യേശുവേ ആരാധന, യേശുവേ ആരാധന, ഹല്ലേലൂയാം, 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 ഹല്ലേലൂയാം. ദൈവം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതങ്ങൾ അനുഗ്രഹത്തിന്റെ ജീവിതമായിട്ട് മാറും. ദൈവത്തെ ആരാധിക്കുന്ന ജീവിതങ്ങൾ അനുഗ്രഹത്തിന്റെ ജീവിതങ്ങളായിട്ട് മാറും. നമ്മൾ ഇന്ന് നമ്മെ ദൈവവിശ്വാസത്തിൽ നിന്ന് അകറ്റുന്ന അനേകം പ്രസ്ഥാനങ്ങളും പഠനങ്ങളും തെറ്റായ പ്രബോധനങ്ങൾ ഈ കാലഘട്ടത്തിലുണ്ട്. ഈ പ്രബോധനങ്ങളുടെ പേരിൽ അല്ലെങ്കിൽ പുതുമയുടെ പേരിൽ പുതിയ പഠനങ്ങളെ എല്ലാം പിന്നാലെ പോകുമ്പോൾ ജീവിതത്തിൽ നാശം സംഭവിക്കും. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു അമ്മച്ചി പറഞ്ഞ കാര്യമാണ്. ഈ അമ്മച്ചി പറഞ്ഞു, ഈ മകൻ ഈ പറഞ്ഞ പോലെ വിദേശ രാജ്യത്തെത്തി, യൂറോപ്പിലെത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവിടെ പോയി സൈക്കോളജി പഠിച്ച് അതിൻ്റെ അകത്ത് PhD എടുത്തു. അത് കഴിഞ്ഞ് പിന്നെയും വേറെ കോഴ്സുകൾ ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഈ മകൻ ചിന്തിക്കുകയാണ്, എല്ലാം ബുദ്ധി കൊണ്ടും സൈക്കോളജി കൊണ്ടും അപഗ്രഥിക്കാം. അതുകൊണ്ട് ദൈവത്തെ ആരാധിക്കേണ്ട കാര്യമൊന്നുമില്ല, പള്ളിയിൽ പോകേണ്ട കാര്യമില്ല, കൂലാശ ജീവിതത്തിൻ്റെ ആവശ്യമില്ല. ഇതെല്ലാം പറഞ്ഞ് ഈ അടുത്ത കാലത്ത് ഈ അമ്മച്ചി വിഷമത്തോടുകൂടി പറഞ്ഞ കാര്യമാണ്, വലിയൊരു വീട് വെച്ചെന്ന് പറഞ്ഞു. യൂറോപ്പിൽ നമ്മളെ പോലെ വീട് വെക്കുന്നവരൊക്കെ കുറവാണ്. അപ്പോൾ നല്ല 2 നില വീട്, വളരെ അത്യാധുനികമായ സൗകര്യത്തോടുകൂടി കോൺക്രീറ്റ് വീടുകൾ, ഇതെല്ലാം വെച്ച് പണിതുയർത്തി ഈ അമ്മച്ചി അവിടെ ചെന്നെന്ന് പറഞ്ഞു. ഇത് ഈ ബെഞ്ചിരിപ്പിൻ്റെ സമയത്ത് ഈ അമ്മച്ചിയെ കൊണ്ടുപോയി, നാട്ടിൽ നിന്ന് അമേരിക്കയിൽ അമ്മച്ചിയെ കാണിക്കാൻ കൊണ്ടുപോയി, വീട് കാണിക്കാൻ കൊണ്ടുപോയി. അമ്മച്ചി പരിതപിച്ചു എന്നാണ് പറഞ്ഞത്. ആ വീട് കണ്ടിട്ട് പരിതപിച്ചു എന്നാണ് പറയുന്നത്. വീട് കണ്ടിട്ട് അമ്മച്ചി പറഞ്ഞ കാര്യം ഇതാണ്, വെഞ്ചിരിക്കാനായിട്ട് എല്ലാ മുറിയും വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് അലങ്കരിച്ചു. പ്രകൃതിയിലെ പല കാര്യങ്ങളും, മരങ്ങളും പക്ഷികളും അങ്ങനെ മൃഗങ്ങളും അങ്ങനെ പല സംഭവങ്ങളും മുഴുവൻ വലിയ ഫോട്ടോയൊക്കെ എടുത്ത് വീട് അലങ്കരിച്ചു, ഓരോ മുറിയും അലങ്കരിച്ചു. പ്രാർത്ഥനാ മുറിയിൽ വന്നപ്പോൾ അവിടെ ഇഷ്ടം പോലെ സാധനമുണ്ട്. ഏറ്റവും ചെറിയ ഒരു അടി പോലും നീളമില്ലാത്ത, വീതി പോലും ഇല്ലാത്ത ഈശോയുടെ ഒരു ചെറിയ ഫോട്ടോ അവിടെ വെച്ചു. 8 മധുരങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ എങ്ങനെയാണ് ദൈവത്തെ ആരാധിക്കുന്നവരുടെ ജീവിതങ്ങളെ ഞെരുക്കിയത്? അതിലിങ്ങനെ വായിക്കുകയാണ്, ഇഷ്ടികയുണ്ടാക്കാൻ വേണ്ട വൈക്കോൽ മുമ്പെന്ന പോലെ ഇനി ജനത്തിന് എത്തിച്ചു കൊടുക്കേണ്ട, അവർ തന്നെ പോയി ആവശ്യമുള്ള വൈക്കോൽ ശേഖരിക്കട്ടെ. എന്നാൽ ഇതുവരെ ഉണ്ടാക്കിയിരുന്നത്ര ഇഷ്ടിക ഉണ്ടാക്കാൻ അവരെ നിർബന്ധിക്കുകയും വേണം, അതിൽ കുറവ് വരുത്. അവർ അലസരാണ്, അതുകൊണ്ടാണ് ഞങ്ങളുടെ ദൈവത്തിന് ബലിയർപ്പിക്കാൻ ഞങ്ങൾ പോകട്ടെ എന്ന് അവർ മുറവിളി കൂട്ടുന്നത്. അവരെ കൊണ്ട് കൂടുതൽ ജോലി ചെയ്യിക്കുക, അങ്ങനെ അവർ അധ്വാനിക്കുകയും വ്യാജവാക്കുകളിൽ ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യട്ടെ. പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം, ഹല്ലേലൂയാം. കൂടുതൽ ജോലി ചെയ്യിക്കുക. ഇസ്രായേൽ ജനത്തെ കൊണ്ട് കൂടുതൽ ജോലി ചെയ്യിച്ചു. ഇസ്രായേൽ ജനത്തിന് ജോലിക്ക് ആവശ്യമായിട്ടുള്ള, ഇഷ്ടിക ഉണ്ടാക്കാൻ ആവശ്യമായുള്ള സാധനങ്ങൾ ക്രമീകരിച്ചു കൊണ്ടുവന്ന് കൊടുത്തത് തടയുന്നു. ഇനി തന്നെ പോയി ശേഖരിച്ചോട്ടെ എന്ന് പറയുകയാണ്. നമുക്കറിയാം, ഇന്ന് ഇതേപോലെയുള്ള സംഭവങ്ങൾ വീടുകളിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ഭർത്താവ് പ്രാർത്ഥിക്കാത്ത, ഒരു ദൈവചിന്തയില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ, ഭാര്യയും മക്കളും പ്രാർത്ഥിക്കുന്നവരാണ് എങ്കിൽ, ദൈവചിന്തയില്ല, യുക്തിചിന്തയിലൂടെ പോകുന്നു, അങ്ങനെയെങ്കിൽ ഞെരുക്കാൻ തുടങ്ങും. ഞാൻ ഓർക്കുന്നുണ്ട്, ഗൾഫിൽ നിന്നും ഒരു അമ്മച്ചി വിളിച്ചത് ഓർക്കുകയാണ്. 4 പിള്ളേരുണ്ട്, പള്ളിയിൽ പോകാൻ സമ്മതിക്കില്ല ഈ ചേട്ടൻ. നിരീശ്വരവാദിയാണ്, യുക്തിവാദിയാണ്. അദ്ദേഹം പറഞ്ഞ് പള്ളിയിൽ പോകാൻ പറ്റില്ല, വേദപാഠ ക്ലാസ്സിൽ വിടാൻ പോലും പറ്റില്ല. അപ്പം ഈ അമ്മച്ചി, ഈ ചേട്ടൻ ജോലിക്ക് പോകുമ്പോൾ പിള്ളേരെ വേദപാഠ പുസ്തകം എല്ലാം മേടിച്ച് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്.
അതുപോലെ അവരുടെ സ്കൂളുകളിൽ വീട്ടിൽ വന്നു കഴിയുമ്പോൾ ഈ ചേട്ടൻ വരുന്നതിന് മുമ്പ് വേദപാഠ പുസ്തകങ്ങൾ എടുത്തും വിശ്വാസമെല്ലാം പഠിപ്പിക്കുകയും അതുപോലെ തന്നെ ചേട്ടൻ വരാത്ത സമയങ്ങളിൽ ഇവരെയും കൂട്ടി പള്ളിയിൽ കൊണ്ടുപോവുകയാണ്. ആദ്യ കുർബാനയ്ക്കൊക്കെ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് കൊടുക്കാൻ പറ്റുമെന്ന് അറിയത്തില്ലെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ അമ്മച്ചി എന്നോട് പറയാ, ഞാൻ വീഡിയോ കോൾ ചെയ്യാം, എൻ്റെ വീടൊന്ന് വെഞ്ചിരിക്കാമെന്ന് ചോദിച്ചു. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കുക, ആ അമ്മച്ചിയുടെ വേദന ഒന്ന് നോക്കിയേ. ഈ വീഡിയോ കാണിക്കാം, ഇവൊന്ന് വെഞ്ചിരിക്കാമോ എന്ന് ചോദിച്ചു. ഫോണിലൂടെ വീഡിയോ കോള്. ഈ മുറികളിലെല്ലാം ഈ ഫോൺ പിടിക്കാം, പിള്ളേർ ഫോൺ പിടിച്ചുകൊണ്ട് നടക്കും. ഞങ്ങളിവിടെ ഇരുന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, അച്ഛൻ ഒന്ന് വെഞ്ചിരിക്കാമോ എന്ന് ചോദിച്ചു. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. അതായത് ഒരു ആരാധനാ സ്വാതന്ത്ര്യം പോലും കൊടുക്കാത്ത വിധത്തിൽ ഞെരുക്കുന്ന ഭർത്താക്കന്മാര്, വിശ്വാസമില്ലാത്തവര്. അങ്ങനെയാണെങ്കിലും ഈ അമ്മച്ചി ഈ പിള്ളേരെ വിശ്വാസത്തിൽ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഈ അമ്മച്ചി 8 വർഷമായിട്ട് പരിചയമുണ്ട്. ഈ 8 വർഷമായിട്ട് ഈ പിള്ളേരെ വിശ്വാസത്തിൽ വളർത്തി മക്കളെ വിശ്വാസത്തിൽ നിലനിർത്താൻ വേണ്ടി ഈ അമ്മച്ചി കഠിനാധ്വാനം ചെയ്യുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം, ഹല്ലേലൂയാം. പറഞ്ഞേ ഹല്ലേലൂയാം. ദൈവചിന്തയില്ലാത്തവർ ദൈവചിന്തയുള്ളവരെ പീഡിപ്പിക്കും, ഞെരുക്കും. ഇത് സ്വാഭാവികമാണ്. ഹല്ലേലൂയാം, സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയാം. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഇങ്ങനെയുള്ളവരുടെ ജീവിതങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തമായ പ്രവർത്തനങ്ങൾ കടന്നു വരാൻ നമ്മൾ പ്രാർത്ഥിക്കണം. ഈ കാലഘട്ടത്തിൽ അനേകം വ്യക്തികളുടെ ഹൃദയങ്ങൾ കഠിന ഹൃദയമായിക്കൊണ്ടിരിക്കുകയാണ്. കഠിന ഹൃദയം. ദൈവത്തിന് വചനം കേൾക്കാനോ സ്വാഭാവികമായിട്ടും മനസ്സിലുള്ള ദൈവിക ചിന്തകളെ ഉണർത്താനോ പറ്റാത്ത വിധത്തിൽ കഠിന ചിത്തരായി മാറുകയാണ്. നമുക്കറിയാം, പുറപ്പാടിന്റെ പുസ്തകത്തിൽ 7:13 വരുമ്പോൾ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട് ഫറവോയുടെ ഹൃദയം. ദൈവത്തെ ആരാധിക്കണമെന്ന് പറയുമ്പോൾ ഫറവോ ചെയ്യുന്ന കാര്യത്തെ കുറിച്ച് വചനം പറയാണ്. പിന്നീട് ഈ മുഴുവൻ നമ്മൾ കാണുകയാണ്. 10 മഹാമാരികൾ ഉണ്ടാകാൻ കാരണം അത് തന്നെയാണ്. പുറപ്പാടിന്റെ പുസ്തകം 7:13 വചനം പറയുകയാണ്, കർത്താവ് പറഞ്ഞതുപോലെ ഫറവോയുടെ ഹൃദയം കഠിനമായി, അവൻ അവരുടെ വാക്ക് കേട്ടില്ല. 7:22 നോക്കി. 22 ഈജിപ്തിലെ മന്ത്രവാദികളും തങ്ങളുടെ മാന്ത്രിക വിദ്യയാൽ അപ്രകാരം ചെയ്തു. കർത്താവ് പറഞ്ഞതുപോലെ ഫറവോ കൂടുതൽ കഠിന ഹൃദയനായി, അവൻ അവരുടെ വാക്ക് കേട്ടുമില്ല. അപ്പൊ ദൈവത്തിന്റെ വചനം പറയാണ്, ഹൃദയം കഠിനമാകും. ദൈവചിന്തയില്ലാത്തവരുടെ ഹൃദയങ്ങൾ കഠിനമായി അവർ ദൈവചിന്തയുള്ളവരെ ഞെരുക്കാൻ തുടങ്ങും. പറഞ്ഞേ ഹല്ലേലൂയാം. വലിയൊരു വ്യക്തി പറഞ്ഞേ ഹല്ലേലൂയാം. പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു എനിക്ക് പരിചയമുള്ളൊരു പെൺകുട്ടിയാണ്. അവളുടെ വിവാഹം കഴിഞ്ഞു. നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന വിശ്വാസമുള്ള ഒരു പെൺകുട്ടി. ആ പെൺകുട്ടി വിവാഹം കഴിച്ചു കഴിഞ്ഞ് പിന്നീട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഇവൻ വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ഈ കല്യാണത്തിന് പള്ളിയിൽ വരുന്നത്. അന്ന് പോലും കുമ്പസാരിക്കെന്ന് പറഞ്ഞിട്ട് ഒരു തരത്തിൽ അങ്ങനെ വന്നു എന്ന് മാത്രം. ഇതെല്ലാം കഴിഞ്ഞ് ഇവിടുന്ന് ഇവർ ജോലിയായി ആംസ്റ്റർഡാമിലെത്തി. ആംസ്റ്റർഡാമിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവരുടെ അടുത്തുനിന്ന് ഏതാണ്ട് ഒരു 10 കിലോമീറ്റർ അടുത്തൊരു പള്ളിയാണ്. 2 വണ്ടിയുണ്ട്, 2 പേർക്കും വാഹനങ്ങളുണ്ട്. ഇവിടെ എഞ്ചിനീയറാണ്, അവിടെ നല്ല ജോലി കിട്ടി, 2 പേർക്കും വാഹനമുണ്ട്. പക്ഷേ ഈ ഭർത്താവ് പറഞ്ഞു, മേലാൽ ഞായറാഴ്ച ഈ വാഹനം എടുത്ത് പള്ളിയിൽ പോയേക്കരുത്. വേറെ നീ എവിടെ വേണേലും പൊക്കൂ, പാർക്കിൽ വേണേൽ പൊക്കൂ, എവിടെ വേണേലും പൊക്കൂ, പക്ഷെ പള്ളിയിൽ പോകരുത്. 2 പിള്ളേരുണ്ട്. 2 പിള്ളേരെ മാമോദിസ കൊടുക്കാൻ തയ്യാറല്ല, പള്ളിയിൽ കൊണ്ടുപോകാൻ തയ്യാറല്ല, പഠിപ്പിക്കാൻ തയ്യാറല്ല. അപ്പോൾ ഈ ചേച്ചി അവസാനം ഇത് വലിയൊരു വിഷയമായി. ഇതിനാണെങ്കിൽ കൂടുതൽ പ്രാർത്ഥിക്കണം, ഇവനാണെങ്കിൽ പ്രാർത്ഥിക്കാൻ സമ്മതിക്കില്ല, ഞെരുക്കുകയാണ്. പള്ളിയിൽ പോലും വിടില്ല. ബാക്കി എവിടെ വേണേലും പോകാം, പാർക്കിൽ പൊക്കൂ, നീ വല്ല സ്റ്റേഡിയത്തിലോ ജിമ്മിലോ എവിടെ വേണേലും പൊക്കൂ, അതിന് കുഴപ്പമില്ല. പക്ഷെ ഞായറാഴ്ച പള്ളിയിൽ പോകാൻ പറ്റില്ല, പിള്ളേരെ കൊണ്ടുപോകാൻ പറ്റില്ല, പഠിപ്പിക്കാൻ പറ്റില്ല. ആ ചേച്ചി നാട്ടിലേക്ക് വന്നു. നാട്ടിലേക്ക് തിരിച്ചു വന്ന് ഇവിടെ നിൽക്കുകയാണിപ്പം. അതിൻ്റെ തെറ്റും ശരിയെന്താണെന്ന് എനിക്കറിയത്തില്ല. ഹല്ലേലൂയ. ആ ചേച്ചി പറയാണ്, ഇങ്ങനെ ജീവിക്കാൻ പറ്റില്ല. എങ്ങനെ ജീവിക്കാൻ പറ്റും? ദൈവത്തെ ആരാധിക്കാൻ പോലും സമ്മതിക്കില്ലാത്ത ആളോട് എങ്ങനെ ജീവിക്കും?
വലിയ പ്രതിസന്ധി കുടുംബങ്ങൾ വരിക, ഇതെല്ലാം ഡൈവോഴ്സ് വരെ എത്താം. ദൈവത്തെ ആരാധിക്കാത്തത് കൊണ്ട്, ദൈവാരാധന കുടുംബങ്ങൾ നടക്കാത്തത് കൊണ്ട് വ്യക്തി ജീവിതങ്ങൾ തകർന്നുകൊണ്ടിരിക്കുക, ഡൈവോഴ്സ് വരെ സംഭവിക്കുകയാണ്. അപ്പം ഇങ്ങനെയുള്ള അനേകം സാഹചര്യങ്ങളിലൂടെ നമ്മൾ ഇന്ന് കടന്നു പോകുമ്പോൾ ദൈവാരാധനയിൽ നിന്നും ദൈവചിന്തയിൽ നിന്നുമെല്ലാം അകലുന്ന അനേകം വ്യക്തികൾ ഭൗതികമായ നേട്ടങ്ങളും മെച്ചങ്ങളും അവരുടെ ജീവിതങ്ങളിൽ ഉണ്ട്. പക്ഷേ ദൈവത്തെ ആരാധിക്കുന്ന കാര്യങ്ങളിൽ വളരെ സുഖലോലുപതയിലൂടെ അകന്നു പോകുന്നവർ. നമുക്കറിയാം, ലൂക്കാ സുവിശേഷത്തിൽ 12-ാമത്തെ അധ്യായം 13 മുതലുള്ള വചനങ്ങളിൽ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. ദൈവ ചിന്തയില്ലാതെ പോകുന്ന ഒരു വ്യക്തി സുഖലോലുപതയിൽ ആണ്ടുപോവുകയാണ്. സുഖത്തിൻ്റെ പിന്നാലെ പോയി ദൈവചിന്തയിൽ നിന്നെല്ലാം മാറി ജീവിക്കുന്ന വ്യക്തി. ലൂക്കാ സുവിശേഷം 12-ാമത്തെ അധ്യായം 13 മുതലുള്ള വചനങ്ങളിൽ നമ്മൾ കണ്ടുമുട്ടുന്ന വളരെ ഈശോ പറഞ്ഞ ഒരു ധനികനെ കുറിച്ച് പറയുന്നുണ്ട്. ആ ധനികന്റെ പേരെന്താണ്? ഭോഷനായ ധനികൻ. ധനികന് പേരില്ല. ആ ധനികനുള്ളത് അവൻ്റെ ഭോഷത്വം മാത്രമേ ഉള്ളൂ. അവനെക്കുറിച്ച് പറഞ്ഞ അവൻ്റെ ഭോഷത്വം, അതാണ് കർത്താവ് അതുകൊണ്ട് പേര് പോലും കൊടുത്തിട്ടില്ല. അപ്പം ഈ ഭോഷനായ ധനികന്റെ കൃഷിസ്ഥലം ധാരാളം വിളവ് നൽകി കഴിഞ്ഞപ്പോൾ ഇവൻ ചിന്തിക്കുകയാണ്, എൻ്റെ കൃഷിസ്ഥലം വളരെയധികം വിളവുകൾ നൽകി, അതുകൊണ്ട് ഇതിനെയെല്ലാം ശേഖരിക്കണം. അറപ്പുരകളിലെല്ലാം ശേഖരിച്ചു. കൂടുതൽ വീണ്ടും കിട്ടിക്കഴിഞ്ഞപ്പോൾ അത് പൊളിച്ചു പണിത് വീണ്ടും അതിൽ ഇഷ്ടം പോലെ സംഭരിച്ചു വെച്ചു. അങ്ങനെ സംഭരിച്ചെല്ലാം വെച്ച് കഴിയുമ്പോൾ 19-ാമത്തെ വചനത്തിൽ പറയുകയാണ്, അനന്തരം ഞാൻ എൻ്റെ ആത്മാവിനോട് പറയും, ആത്മാവേ അനേക വർഷത്തേക്ക് വേണ്ട വിഭവങ്ങൾ നിനക്കായി സംഭരിക്കപ്പെട്ടിരിക്കുന്നു, വിശ്രമിക്കുക, തിന്നു കുടിച്ച് ആനന്ദിക്കുക. അപ്പോൾ സമ്പത്ത് പെരുകിയപ്പോൾ സുഖലോലുപതയുടെ വഴികളിലൂടെ നടന്നുപോയി ഇവൻ പറയാം, ആത്മാവിനോട് പറയാം, എല്ലാം സംഭരിച്ചു വെച്ചിട്ടുണ്ട്, ഇനി തിന്നു കുടിച്ച് വിശ്രമിച്ച് നീ നിന്റെ ജീവിതം ആനന്ദിക്കാൻ പറയുകയാണ്. ദൈവചിന്തയില്ലാത്ത വ്യക്തികളുടെ ജീവിതങ്ങൾ ഇങ്ങനെയാണ്. ദൈവചിന്തയില്ലാത്ത വ്യക്തികൾ ഭൗതികമായ കാര്യങ്ങൾ സ്വരുക്കൂട്ടുന്നതിൽ അവർ കൂടുതൽ ശ്രദ്ധ വെച്ച് അതിൽ ആനന്ദിക്കുകയും സന്തോഷിക്കുകയും ചെയ്തുകൊണ്ട് അവർ ജീവിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ദുരന്തം എന്താണ് എന്ന് അടുത്ത വചനം പറയുക. 20-ാമത്തെ വചനം ഒരുമിച്ച് വായിക്കാം. എന്നാൽ ദൈവം അവനോട് പറഞ്ഞു, പോഷ, ഈ രാത്രി നിന്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് ആവശ്യപ്പെടും. അപ്പോൾ നീ ഒരുക്കി വച്ചിരിക്കുന്നവ ആരുടേതാകും? ഇതുപോലെയാണ് ദൈവസന്നിധിയിൽ സമ്പന്നനാകാതെ തനിക്ക് വേണ്ടി സമ്പത്ത് ശേഖരിച്ചു വെക്കുന്നതിനും. അപ്പോൾ ദൈവത്തിന് വചനം പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം ഇതാ, ദൈവത്തെ മാറ്റി നിർത്തി കഴിയുന്ന ഒരു വ്യക്തി സുഖലോലുപതയിലേക്ക് പോകും. അവൻ്റെ ആസക്തികളെ തൃപ്തിപ്പെടുത്താൻ അവൻ പോകും. അങ്ങനെ സുഖാനുഭവങ്ങളിൽ കഴിയുന്ന ഒരു വ്യക്തി മരിച്ച ഒരു വ്യക്തിയാ. ആത്മാവില്ല, ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ അവൻ്റെ ജീവിതത്തിലില്ല. സുഖലോലുപതയിൽ കഴിയുന്ന ഒരു വ്യക്തി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചവനാണ്. അങ്ങനെ ഒരു ദൈവവചനം പറയുന്നുണ്ട്. തിമോത്തിയോസിന്റെ 1-ാം ലേഖനത്തിൽ 5-ാമത്തെ അധ്യായം 6-ാമത്തെ തിരുലിഖിതം. 1 തിമോത്തി 5:6 തിരുലിഖിതം. സുഖാനുഭവങ്ങളിൽ മുഴുകിയിരിക്കുന്നവർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്ന കാര്യം ഇതാണ്, സുഖാനുഭവങ്ങളിൽ കഴിയുന്ന വ്യക്തി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവൻ മരിച്ചവനായിട്ട് മാറും. അപ്പം അതുകൊണ്ട് ദൈവത്തിന്റെ വചനം ഇത് നമ്മെ പഠിപ്പിക്കുക, നമ്മൾ ദൈവചിന്തയില്ലാത്തവരായി മാറരുത്. ദൈവചിന്തയില്ലാത്തവരായി നമ്മൾ മാറരുത് എന്ന് ദൈവത്തിന് വചനം പഠിപ്പിക്കുകയാണ്. അങ്ങനെ ദൈവചിന്ത ഇല്ലാതെ ഒരു വ്യക്തിയോ ഒരു കുടുംബമോ മാറുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതം എന്തായി തീരുമെന്ന് പറയാണ്. ആ കുടുംബത്തിന്റെ ജീവിതം എന്തായി തീരുമെന്ന് പ്രഭാഷകന്റെ പുസ്തകം 40:15-16 വചനങ്ങൾ. പ്രഭാഷകന്റെ പുസ്തകം 40:15-16 വചനങ്ങൾ. ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കുടുംബം ദൈവ ചിന്തയിൽ നിന്നും ദൈവഭക്തിയിൽ നിന്നെല്ലാം മാറിക്കഴിയുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ കുടുംബത്തിൽ സംഭവിക്കുന്ന കാര്യം. പ്രഭാഷകന്റെ പുസ്തകം 40-ാമത്തെ അധ്യായം 15-16 തിരുലിഖിതങ്ങൾ. ദൈവഭയം ഇല്ലാത്തവന്റെ സന്തതി അധികം ശാഖ ചൂടുകയില്ല, വെറും പാറമേൽ
പടർന്ന ദുർബലമായ വേരുകളാണവർ. ജലാശയ തീരത്തിലോ നദീതടത്തിലോ വളരുന്ന ഞാങ്ങണ ഏത് പുല്ലിനെയും കാൽ വേഗത്തിൽ പിഴുതെടുക്കാം. അപ്പോൾ ദൈവത്തിന്റെ വചനം പറയുകയാണ്, ദൈവഭയം ഇല്ലാത്തവന്റെ ജീവിതം പാറമേൽ പടർന്ന ദുർബലമായ വേര് പോലെയാണ്. പറഞ്ഞാൽ പെട്ടെന്ന് അത് ഉണങ്ങിപ്പോവും, അതിന് നിലനിൽപ്പില്ല. നിലനിൽപ്പില്ലാത്ത ഒരു ജീവിതമായി ദൈവഭയം ഇല്ലാത്ത, ദൈവചിന്തയില്ലാത്ത ഒരുവന്റെ ജീവിതം മാറുമെന്ന് ദൈവത്തിന് വചനം പഠിപ്പിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ദൈവചിന്ത ഇല്ലാത്ത വ്യക്തികളുടെ ജീവിതത്തിൽ തകർച്ചകൾ കടന്നു വരും. ദൈവഭയം ഇല്ലാത്ത, ദൈവചിന്തയില്ലാത്ത വ്യക്തികളുടെ ജീവിതത്തിൽ തകർച്ചകൾ കടന്നു വരും. അതിനെക്കുറിച്ച് യോബിന്റെ പുസ്തകം 15 നമ്മൾ വായിക്കുന്നുണ്ട്. യോബിന്റെ പുസ്തകം 15 25, 26 വചനങ്ങൾ നമുക്ക് ഒരുമിച്ച് വായിക്കാം. യോബിന്റെ പുസ്തകം 15 25, 26. എന്തെന്നാൽ അവൻ ദൈവത്തിനെതിരെ കൈ ഉയർത്തുകയും സർവശക്തനെ വെല്ലുവിളിക്കുകയും ചെയ്തിരിക്കുന്നു. കനത്ത പരിചയേന്തി ധിക്കാരപൂർവ്വം അവിടുത്തെ നേരെ പാഞ്ഞു ചെല്ലുന്നു. 19-ാമത്തെ വചനം, 29. അവൻ സമ്പന്നനാവുകയില്ല, അവന്റെ ധനം നിലനിൽക്കുകയില്ല, അവൻ ഭൂമിയിൽ വേര് പിടിക്കുകയില്ല, അവൻ അന്ധകാരത്തിൽ നിന്ന് മോചനമില്ല, അഗ്നിജാലകൾ അവന്റെ ശാഖകളെ ഉണക്കിക്കളയും, അവന്റെ പുഷ്പങ്ങൾ കാറ്റിൽ പറത്തിക്കളയും. തന്നെ തന്നെ വഞ്ചിച്ച് അവൻ ശൂന്യതയിൽ ആശ്രയിക്കരുത്, ശൂന്യതയായിരിക്കും അവന്റെ പ്രതിഫലം. ഇപ്പൊ ദൈവത്തിന് വചനം പഠിപ്പിക്കുകയാണ്, അങ്ങനെയുള്ള വ്യക്തികൾ, ദൈവത്തെ തള്ളിക്കളയുന്ന, ദൈവചിന്തയില്ലാത്ത വ്യക്തികൾ സമ്പന്നനാവുകയില്ല. അത് ആത്മീയമായ സമ്പത്തും ഭൗതികമായ മേഖലയിലും അങ്ങനെ ഉണ്ടാകില്ല എന്ന് പറയാണ്. അവന്റെ ധനം നിലനിൽക്കുകയില്ല, എത്രമാത്രം ആർജിച്ചെടുത്താലും അത് നിലനിൽപ്പ് ഇല്ലാത്തൊരു കാര്യമായി മാറുമെന്ന് ദൈവത്തിന് വചനം പറയാണ്. അവന് ഭൂമിയിൽ വേര് പിടിക്കില്ല എന്ന് പറഞ്ഞാൽ അവന്റെ തലമുറകൾ ഈ ഭൂമിയിൽ അറ്റുപോകും എന്നുള്ളതാണ്. അപ്പൊ ദൈവഭക്തി, ദൈവവിചാരങ്ങൾ ഉള്ള ഒരു വ്യക്തിയുടെ ജീവിതങ്ങളെ കർത്താവ് അനുഗ്രഹിക്കുന്ന ജീവിതമായി മാറും എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ, സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയ, സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഇന്ന് ദൈവഭക്തി ഇല്ലാതെ, ദൈവചിന്തയില്ലാതെ അനേകർ ജീവിക്കുമ്പോൾ നമ്മൾ ദൈവഭക്തി ഉള്ളവരായിട്ട് നമ്മൾ മാറുക എന്നുള്ളത് ഈ കാലഘട്ടത്തിൽ കർത്താവ് നമ്മിൽ നിന്നും ആവശ്യപ്പെടുന്ന കാര്യമാണ്. അപ്പൊ ദൈവഭക്തി ഇല്ലാതെ ഒരു വ്യക്തി മാറുമ്പോൾ, ദൈവചിന്തയിൽ നിന്ന് മാറുമ്പോൾ അവന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യമെന്ന് പറയുന്നത്, അവന്റെ ജീവിതത്തിൽ അശുദ്ധികൾ തലപൊക്കാൻ തുടങ്ങും. അശുദ്ധികൾ അവന്റെ ജീവിതത്തിൽ തലപൊക്കാൻ തുടങ്ങും. അതാണ് ഗലാത്യ ലേഖനം 6-ാമത്തെ അധ്യായത്തിൽ 7ഉം 8ഉം തിരുലിഖിതങ്ങളിൽ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. ദൈവഭക്തി നഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു ദുരിതമാണ്, അല്ലെങ്കിൽ ക്ലേശമാണ്, തകർച്ചയാണത്. ഗലാത്യ ലേഖനം 6-ാമത്തെ അധ്യായം 7ഉം 8ഉം തിരുലിഖിതങ്ങൾ നമുക്ക് ഒരുമിച്ച് വായിക്കാം. അതിന്റെ 2-ാം ഭാഗം, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ഒരുമിച്ച് വായിക്കാം. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. എന്തെന്നാൽ സ്വന്തം ജഡത്തിനായി വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്തെടുക്കും, ആത്മാവിനായി വിതയ്ക്കുന്നവനാകട്ടെ ആത്മാവിൽ നിന്ന് നിത്യജീവൻ കൊയ്തെടുക്കും. അപ്പൊ ദൈവത്തിന് വചനം പഠിപ്പിക്കുകയാണ്, ജഡത്തിന് വേണ്ടി, ദൈവചിന്തയില്ലാത്തവൻ അവൻ വിതയ്ക്കുന്നത് ജഡത്തിനു വേണ്ടിയാ, ജഡികമായ കാര്യങ്ങൾക്ക് വേണ്ടിയാ. അവന്റെ ജീവിതത്തിൽ ജഡത്തിന്റെ പ്രവർത്തനങ്ങൾ കൂടി നിൽക്കും. അപ്പൊ അവൻ ജഡത്തിന് വേണ്ടി വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് എന്ത് കൊയ്തെടുക്കും? നാശം കൊയ്തെടുക്കും. ആത്മാവിന് വേണ്ടി വിതയ്ക്കുന്നവൻ, ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവൻ കൊയ്തെടുക്കും. അപ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നിത്യജീവിതത്തിലേക്ക് കടന്നു വരണമെങ്കിൽ, ആത്മീയ വഴികളിലൂടെ കടന്നു വരണമെങ്കിൽ ദൈവചിന്ത അവന്റെ ജീവിതത്തിൽ വേണം. ഗലാത്യ ലേഖനം 5:19 മുതൽ വചനങ്ങളിൽ ജഡത്തിന്റെ വ്യാപാരങ്ങളെ കുറിച്ച് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. എന്താണ് ജഡത്തിന്റെ വ്യാപാരങ്ങൾ? ദൈവചിന്തയില്ലാത്ത ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ തിന്മകൾ പെരുകുന്നു, അശുദ്ധികൾ തലപൊക്കുന്നു. അതിനെക്കുറിച്ച് വചനം പഠിപ്പിക്കുന്ന ഇങ്ങനെയാണ്. 19 മുതലുള്ള വചനങ്ങൾ ഒരുമിച്ച് വായിക്കാം.
ജഡത്തിന്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം. അവ വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗീയ ചിന്ത, വിദ്വേഷം, മദ്യപാനം, മദിരോത്സവം ഇവയ്ക്ക് സദൃശമായ മറ്റു പ്രവൃത്തികളുമാണ്. ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവർ ദൈവരാജ്യം അവകാശപ്പെടുത്തിയില്ലെന്ന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് നൽകിയ താക്കീത് ഇപ്പോഴും ആവർത്തിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ വചനം പറയുകയാണ്, ഈ തരത്തിലുള്ള തിന്മകളിലൂടെ പോകുന്നവർ, അശുദ്ധിയിലൂടെ വ്യാപരിക്കുന്നവർ ദൈവരാജ്യം അവകാശപ്പെടുത്തുകയില്ല. അപ്പൊ ദൈവരാജ്യം അവകാശപ്പെടുത്തണമെങ്കിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആത്മാവിന്റെ പ്രേരണ അനുസരിച്ച് ജീവിക്കണം. ആത്മാവിന്റെ പ്രേരണ അനുസരിച്ച് ജീവിക്കണമെങ്കിൽ ദൈവചിന്തകൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ വേണം. ദൈവത്തെക്കുറിച്ചുള്ള അറിവ് വേണം. ദൈവത്തെക്കുറിച്ച് അറിവ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു കഴിയുമ്പോൾ തിന്മകൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ തലപൊക്കും, അശുദ്ധികൾ ആ വ്യക്തിയുടെ ജീവിതങ്ങളിൽ തലപൊക്കും. പറഞ്ഞേ ഹല്ലേലൂയാം. പറഞ്ഞേ ഹല്ലേലൂയാം. പറഞ്ഞേ ഹല്ലേലൂയാം. 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 ദൈവചിന്ത നമ്മുടെ മക്കളെ പഠിപ്പിക്കുമ്പോൾ, അത് ബാല്യം മുതൽ നമ്മൾ പഠിപ്പിക്കുമ്പോൾ, വളർത്തുമ്പോൾ അവർ അതിൽ ഉറച്ചു നിൽക്കും. അപ്പൊ നമ്മൾ ശൈശവത്തിൽ അവർ നടക്കേണ്ട വഴി നമ്മൾ പഠിപ്പിക്കണം. ശൈശവത്തിൽ അവർ നടക്കുന്ന വഴികൾ നമ്മൾ പഠിപ്പിച്ചാൽ അവരുടെ ജീവിതത്തിൽ അതിൽ നിന്ന് വ്യതിചലിക്കില്ല. അവരുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. പറഞ്ഞേ ഹല്ലേലൂയാം. 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 അപ്പോൾ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, ജഡത്തിന്റെ മേഖലകളിലൂടെ ഒരു വ്യക്തി കടന്നു പോകുന്നുണ്ടെങ്കിൽ അവൻ ദൈവചിന്തയിൽ നിന്നും അകന്നവനാണ്. ദൈവചിന്തയിൽ നിന്നും അകന്നു പോകുന്നവരുടെ ജീവിതങ്ങളിൽ ജഡികമായ കാര്യങ്ങളിലൂടെ അവർ കടന്നു വരും. ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ ഇതിനെക്കുറിച്ച് വീണ്ടും പറയുന്നുണ്ട്. ജ്ഞാനത്തിന്റെ പുസ്തകം 14-ാമത്തെ അധ്യായത്തിൽ ദൈവത്തെക്കുറിച്ചുള്ള അറിവിൽ അല്ലെങ്കിൽ ദൈവചിന്ത ഇല്ലാതെ ഒരു വ്യക്തി പോയിട്ടുണ്ടെങ്കിൽ, അറിവിൽ തെറ്റുപറ്റിയാലും ദൈവചിന്ത ഇല്ലാതെ ഒരു വ്യക്തി പോയാലും ആ വ്യക്തികളുടെ ജീവിതത്തിൽ തിന്മകൾ പെരുകും, അശുദ്ധികൾ തലപൊക്കും. ജ്ഞാനത്തിന്റെ പുസ്തകം 14-ാമത്തെ അധ്യായം 22 മുതലുള്ള വചനങ്ങൾ, 27 വരെയുള്ള വചനങ്ങൾ ഒരുമിച്ച് വായിക്കാം. ജ്ഞാനത്തിന്റെ പുസ്തകം 14-22 മുതലുള്ള വചനങ്ങൾ. ദൈവത്തെക്കുറിച്ചുള്ള അറിവിൽ അവർക്ക് തെറ്റുപറ്റിയെന്ന് മാത്രമല്ല, സംഘർഷത്തിൽ ജീവിക്കുന്നവർ ആ വലിയ തിന്മകളെ സമാധാനമെന്ന് വിളിക്കുകയും ചെയ്തു. ശിശുബലിയും ഗൂഢാനുഷ്ഠാനങ്ങളും വിചിത്ര ആചാരങ്ങളിലൂടെയുള്ള മധുരോത്സവങ്ങൾ നടത്തിയാലും അവർ തങ്ങളുടെ ജീവിതമോ വിവാഹമോ പാവനമായി സൂക്ഷിക്കുന്നില്ല. പകരം അവർ പരസ്പരം ചതിയിൽ വധിക്കുകയോ വ്യഭിചാരത്താൽ ദുഃഖിപ്പിക്കുകയോ ചെയ്യുന്നു. അപ്പൊ ദൈവത്തിന് വചനം പറയുകയാണ്, ദൈവത്തെക്കുറിച്ചുള്ള ചിന്തയില്ലാത്തവർ, ദൈവത്തെക്കുറിച്ചുള്ള അറിവിൽ തെറ്റുപറ്റുന്ന വ്യക്തികളുടെ ജീവിതങ്ങളിൽ അവർ സംഘർഷത്തിലും അതുപോലെ പ്രതിസന്ധിയിലും ജീവിക്കുന്ന ആ ജീവിതത്തിൽ, അശുദ്ധിയിൽ ജീവിക്കുന്നവർ ആ അശുദ്ധിയിൽ സമാധാനം കണ്ടെത്തും. ആ അശുദ്ധി വിടാൻ ഉപേക്ഷിക്കില്ല. അതിൽ സന്തോഷം കണ്ടെത്തുന്ന ജീവിതങ്ങൾ. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരിക്കല് എറണാകുളം ഭാഗത്തു നിന്നൊരു ചെറുപ്പക്കാരൻ വിളിച്ചതാണ്. അവന് നല്ല ജോലി ഉണ്ടായിരുന്നു, ആ ജോലിയെല്ലാം നഷ്ടപ്പെട്ടു. അപ്പൊ ഈ ജോലിയെല്ലാം നഷ്ടപ്പെട്ട് ജോലി കിട്ടണം എന്ന് പറഞ്ഞ് ഇവൻ ഫോണിൽ വിളിച്ചാണ്. എന്നിട്ട് പറഞ്ഞു പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ പ്രാർത്ഥിച്ചങ്ങനെ വരുമ്പോൾ പരിശുദ്ധാത്മാവ് തോന്നിച്ച ഒരു കാര്യം ഇവനോട് ചോദിക്കാൻ തുടങ്ങി, നീ ആരുമായിട്ടാണ് ഇല്ലീഗലായിട്ടുള്ള ഒരു ബന്ധവും അങ്ങനെ താമസിക്കുന്നതെന്ന് ചോദിച്ചു. ഇല്ലീഗലായിട്ട് നീ ആരുടെ കൂടെ താമസിക്കുന്നുണ്ട്, നിയമപരമല്ലാത്ത ഒരു കാര്യമാണ്, അതുപോലെ തന്നെ അത് നിന്നെപ്പോലെ ഒരുത്തനാണെന്നും പറഞ്ഞു. അപ്പോൾ ചോദിച്ചു വന്നു കഴിഞ്ഞപ്പോൾ എന്താണെന്നറിയാം, ഇവൻ ഒരു സ്ഥാപനത്തിൻ്റെ മേധാവിയായിരുന്നു. അപ്പോൾ ആ സമയത്ത് അവിടെ ജോലി വന്ന ഒരു പയ്യൻ, ഒരു ചെറുപ്പക്കാരൻ, ഒരു ചെറുക്കനുമായി ഇവനിങ്ങനെ ഹോമോസെക്ഷൽ ജീവിതമാണ്, സ്വവർഗ രതിയിൽ മുഴുകിയ അങ്ങനെ താമസിക്കുന്ന ഒരു ജീവിതം. അപ്പോൾ ഇവനൊരു മേലധികാരിയായിരുന്നു, അതുകൊണ്ട് അങ്ങനെ ഉപയോഗിക്കുകയാണ് അവനെ.
ഭീഷണിപ്പെടുത്തിയും അവനെ ട്രാൻസ്ഫർ കൊടുക്കാതെ അല്ലെങ്കിൽ അങ്ങനെ പീഡിപ്പിച്ച് അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു സമയത്ത് പിന്നീട് ഇവൻ്റെ ഈ ജോലിയെല്ലാം നഷ്ടപ്പെട്ടു. അപ്പോൾ ഇവൻ്റെ ജീവിതത്തിൽ ഇപ്പം ജോലിയില്ല, ഇങ്ങനെയുള്ള ബന്ധനങ്ങളിൽ ഇവൻ കിടക്കുക എന്ന് മനസ്സിലായി. അപ്പൊ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് അവന്റെ ജീവിതം നഷ്ടപ്പെട്ടു. നമ്പർ 1 കത്തോലിക്കന. പിന്നീട് ഇവന്റെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടു, അതിൽ നിന്ന് മാറി മാനസാന്തരപ്പെട്ടു, കുമ്പസാരിച്ചു, ആത്മീയ വഴികളിലൂടെയെല്ലാം കടന്നു വരുമ്പോൾ പിന്നീട് ദൈവം അവന്റെ ജീവിതത്തിൽ ഇടപെടാൻ തുടങ്ങി. അവന്റെ നഷ്ടപ്പെട്ട ജോലി കൊടുത്തു, വ്യക്തിപരമായ ജീവിതങ്ങളെ വിശുദ്ധീകരിച്ചു. പിന്നീട് അവൻ്റെ ജീവിതങ്ങളിൽ ആവശ്യമായ ദൈവത്തിൻ്റെ കൃപകൾ പിന്നീട് കിട്ടി. ഇപ്പം അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം അവനെ നയിക്കാൻ തുടങ്ങി. അപ്പം നമ്മൾ ചിന്തിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാ, ദൈവത്തെക്കുറിച്ചുള്ള അറിവിൽ തെറ്റുപറ്റുമ്പോൾ വിവാഹമോ അതുപോലെ തന്നെ അവരുടെ ജീവിതമോ അങ്ങനെയുള്ള മേഖലകളിൽ വിശുദ്ധിയോ ഇതൊന്നും പാലിക്കാൻ പറ്റാത്ത വിധത്തിൽ ഓരോ ജീവിതങ്ങളും അധപ്പതിച്ചു പോകും. പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം. അപ്പൊ ദൈവത്തിന്റെ വചനം പറയാം, 24-ാമത്തെ വചനം, 24 മുതലുള്ള വചനങ്ങൾ നമുക്ക് വായിക്കാം. തങ്ങളുടെ ജീവിതമോ വിവാഹമോ പാവനമായി സൂക്ഷിക്കുന്നില്ല, പകരം അവർ പരസ്പരം ചതിയിൽ വധിക്കുകയോ വ്യഭിചാരത്താൽ ദുഃഖിപ്പിക്കുകയോ ചെയ്യുന്നു. രക്തച്ചൊരിച്ചിൽ, കൊല, മോഷണം, ചതി, അഴിമതി, അവിശ്വസ്തത, കലാപം, സത്യലംഘനം, ശരിയേതെന്നുള്ള ആശയക്കുഴപ്പം, കൃതജ്ഞത, ദൂഷണം, ലൈംഗിക വൈകൃതം, വിവാഹ തകർച്ച, വ്യഭിചാരം, വിഷയാസക്തി ഇവ നടമാടുന്നു. പേര് പറയാൻ കൊള്ളാത്ത വിഗ്രഹങ്ങളുടെ ആരാധനയാണ് എല്ലാ തിന്മകളുടെയും ആരംഭവും കാരണവും അവസാനവും. എന്ന് പറഞ്ഞാൽ ദൈവത്തെ ആരാധിക്കാതെ ഒരു വ്യക്തി മാറുമ്പോൾ, അവൻ അന്യദൈവത്തെ ആരാധിക്കുമ്പോഴും അതുപോലെ ദൈവത്തെ ആരാധിക്കാതെ അവന്റെ ബുദ്ധിയിൽ ആശ്രയിച്ചുകൊണ്ട് അവൻ ജീവിക്കുമ്പോൾ ഈ പറഞ്ഞ തരത്തിലുള്ള തിന്മകൾ, അശുദ്ധികൾ ഒരു വ്യക്തിയുടെ ജീവിതത്തെ, കുടുംബത്തെ തകർക്കുമെന്ന് ദൈവത്തിന് വചനം പഠിപ്പിക്കുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയാം, സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയാം, പറഞ്ഞേ ഹല്ലേലൂയാം, യേശുവേ നന്ദി, യേശുവേ ആരാധന, ഹല്ലേലൂയാം. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഇങ്ങനെയുള്ള പ്രതിസന്ധികളിലൂടെ എല്ലാം കടന്നു പോകുമ്പോൾ ദൈവത്തെ വിളിച്ച് ദൈവവുമായി വ്യക്തിപരമായ ഒരു ബന്ധത്തിലൂടെ മാത്രമേ നമ്മുടെ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ. തീത്തൂസിന്റെ ലേഖനത്തിൽ 3-ാമത്തെ അധ്യായം 3-4 വചനങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. തീത്തൂസ് ലേഖനം ദൈവത്തെക്കുറിച്ചുള്ള ചിന്ത ഇല്ലാതെ വരുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ തകർച്ചകൾ വരും, അശുദ്ധികൾ തലപൊക്കാൻ തുടങ്ങും. എന്നാൽ ദൈവമായ യേശുവിനെ വിശ്വസിക്കാനും ആരാധിക്കാനും തുടങ്ങുമ്പോൾ അതിൽ നിന്ന് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വിടുതൽ കിട്ടാൻ തുടങ്ങും. നമുക്ക് വചനം വായിക്കാം. തീത്തൂസ് 3-4 വചനങ്ങൾ. നാം തന്നെയും ഒരു കാലത്ത് മൂഢന്മാരും അനുസരണമില്ലാത്തവരും തെറ്റായ മാർഗത്തിലൂടെ നയിക്കപ്പെട്ടവരും പലതരം മോഹങ്ങൾക്കും സുഖേച്ഛകൾക്കും അടിമപ്പെട്ടവരും ദ്രോഹബുദ്ധിയിലും അസൂയയിലും ദിവസങ്ങൾ കഴിച്ചവരും മനുഷ്യനാൽ വെറുക്കപ്പെട്ടവരും പരസ്പരം വെറുക്കുന്നവരുമായിരുന്നു. എന്നാൽ നമ്മുടെ കർത്താവായ ദൈവത്തിന്റെ നന്മയും സ്നേഹം നിറഞ്ഞ കാരുണ്യവും വെളിപ്പെട്ടപ്പോൾ അവിടുന്ന് നമുക്ക് രക്ഷ നൽകി. അപ്പോൾ ദൈവത്തിന്റെ വചനം പറയാം, ഒരു കാലത്ത് യേശുവിനെ അറിയാതെ ഇരുന്ന നാളുകളിൽ, കാലഘട്ടങ്ങളിൽ മൂഢന്മാരായിരുന്നു. മൂഢന്മാർ എന്ന് പറഞ്ഞാൽ ബുദ്ധിയില്ലാത്തവരായിരുന്നു, അനുസരണയില്ലാത്തവര്, തെറ്റായ മാർഗങ്ങളിലൂടെ സഞ്ചരിച്ചിരുന്നവർ, വഴിവിട്ട ജീവിത വഴികളിലൂടെ സഞ്ചരിച്ചവർ. അതുകൊണ്ട് വചനം പറയാ, പലതരം മോഹങ്ങൾക്ക് അതുപോലെ സുഖേച്ഛകൾക്ക് അടിമപ്പെട്ടവര്, അതുപോലെ ദ്രോഹബുദ്ധിയിൽ വ്യാപരിച്ചവർ, അസൂയയിൽ ദിവസങ്ങൾ കഴിഞ്ഞവർ, മനുഷ്യരാൽ വെറുക്കപ്പെടുന്നവര്, പരസ്പരം വെറുക്കുന്നവരായി മാറി, അങ്ങനെ ഒരു അശുദ്ധിയുടെ തിന്മയുടെ ജീവിതങ്ങളിലൂടെ കടന്നുപോയപ്പോൾ യേശുനായ യേശു ക്രിസ്തുവിലേക്ക് കടന്നു വന്നപ്പോൾ, യേശുവിൽ വിശ്വസിക്കാൻ ആരംഭിക്കുമ്പോൾ
യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കാൻ തുടങ്ങിയപ്പോൾ യേശുവിൻ്റെ സ്നേഹം കൊണ്ട് ഒരു വ്യക്തിയെ പൊതിയാൻ തുടങ്ങി. യേശുവിൻ്റെ സ്നേഹം കൊണ്ട് നമ്മെ പൊതിയും. അപ്പൊ യേശുവിൻ്റെ സ്നേഹം കൊണ്ട് നിറയുമ്പോഴാണ് ഒരു വ്യക്തിക്ക് പാപത്തെ ഉപേക്ഷിക്കാൻ പറ്റൂ. പാപത്തെ ഒരു വ്യക്തിക്ക് ഉപേക്ഷിക്കണമെങ്കിൽ യേശുവിനോടുള്ള സ്നേഹം കൊണ്ട് ഒരു വ്യക്തി നിറയണം. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് സുഭാഷിതത്തിന്റെ പുസ്തകം 8:13, സുഭാഷിതത്തിന്റെ പുസ്തകം 8:13. ദൈവഭക്തി തിന്മയെ വെറുക്കലാണ്. ഒരുമിച്ച് വായിക്കാം എല്ലാവരും. ആ വചനം ഒരുമിച്ച് വായിക്കുമ്പോൾ അതിൻ്റെ ഒരു ഔഷധമുണ്ടല്ലോ. ദൈവഭക്തി തിന്മയെ വെറുക്കലാണ്. അപ്പോൾ ദൈവഭക്തിയിൽ ഒരു വ്യക്തി കടന്നു വരുമ്പോൾ പാപത്തെ ഉപേക്ഷിക്കാൻ, തിന്മയെ ഉപേക്ഷിക്കാനുള്ള വലിയൊരു കൃപ അതിലൂടെ തന്നെ കിട്ടി. പറഞ്ഞേ ഹല്ലേലൂയ, സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പൊ ദൈവഭക്തിയിലേക്ക് കടന്നു വരിക ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കുടുംബം ദൈവഭക്തിയിലേക്ക് കടന്നു വരുമ്പോൾ തിന്മ നമ്മുടെ ജീവിതങ്ങളിൽ നിന്ന് വിട്ടുപോകും. അതുപോലെ തന്നെ തിന്മയായ സാഹചര്യങ്ങളും തകർച്ചകളും നമ്മുടെ ജീവിതങ്ങളിൽ നിന്ന് വിട്ടുപോകും. സുഭാഷിതത്തിന്റെ പുസ്തകത്തിൽ 14:27, സുഭാഷിതം 14:27. ദൈവഭക്തി ജീവന്റെ ഉറവയാണ്, മരണത്തിന്റെ കെണികളിൽ നിന്ന് രക്ഷപ്പെടാൻ അത് സഹായിക്കുന്നു. ഇപ്പൊ ദൈവത്തിന്റെ വചനം പറയാ, ദൈവഭക്തി ജീവന്റെ ഉറവയാണ്, മരണത്തിന്റെ കെണികളിൽ നിന്നും രക്ഷപ്പെടാൻ ദൈവഭക്തി നമ്മെ സഹായിക്കും. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ജീവിതത്തില് അദ്ദേഹം ഗ്രേച്ചിയോ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു മലയിൽ പർണശാലയിൽ താമസിക്കുകയാണ്. ഗ്രേച്ചിയോ എന്ന് പറയുന്ന സ്ഥലത്ത്, ഇറ്റലിയില്. അദ്ദേഹം അവിടെ താമസിക്കുന്ന സ്ഥലത്ത് ആ ദേശവാസികൾ ഫ്രാൻസിസ് അസീസിയുടെ അടുക്കൽ വന്ന് സങ്കടങ്ങളും പരാതികളും പറയാൻ വേണ്ടി വന്നു. അവര് അത്യധികമായ ക്ലേശങ്ങളില് പീഡിപ്പിക്കപ്പെടുകയെന്ന് പറഞ്ഞു, തകർന്നുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. ക്ലേശങ്ങൾ അവര് പറയുകയാണ്, ഞങ്ങളുടെ ക്ലേശം എന്ന് പറയുന്നത് ക്രൂര ചെന്നായ്ക്കൾ വനങ്ങളിൽ നിന്ന് വന്ന് ഞങ്ങളെ പിടിച്ചോണ്ട് പോവാം, പലരെയും പിടിച്ച് കൊന്ന് തിന്നുകയാന്ന് പറഞ്ഞു. പിടിച്ചോണ്ട് പോവാണ്, ഞങ്ങളുടെ മൃഗങ്ങളെ കൊണ്ടുപോകും, മനുഷ്യരെ കൊണ്ടുപോകും. അപ്പൊ ക്രൂരം ചെന്നായ്ക്കൾ വന്ന് ഞങ്ങളെ ഉപദ്രവിച്ചു കൊല്ലുക എന്ന് പറഞ്ഞു. മനുഷ്യരെയും കൊല്ലും, മൃഗങ്ങളെയും കൊല്ലും. അത് കഴിഞ്ഞ് അവർ പറയാണ്, ആ ദേശത്ത് വലിയ ഹിമപാതം ഉണ്ടായെന്നാണ് പറഞ്ഞത്. എല്ലാ വർഷവും ഹിമപാതം എന്ന് പറഞ്ഞാൽ മഞ്ഞ് പെയ്യും, ഭയങ്കര മഞ്ഞ് കട്ടകൾ വന്ന് വീണ് ആ ദേശത്തുള്ള അവരുടെ കൃഷികളും വയലുകളും മുന്തിരിത്തോട്ടങ്ങളെല്ലാം നശിച്ചു പോകുന്ന ഒരു സാഹചര്യം വരികയാണ്. അപ്പൊ ഇവര് സങ്കടം പറയുക. ഇവര് സങ്കടം വന്ന് ഫ്രാൻസിസ് അസീസി എടുത്തു എന്ന് പറയുകയാണ്. ഫ്രാൻസിസ് അസീസി, സുവിശേഷം പ്രഘോഷിക്കുന്ന ഫ്രാൻസിസ് അസീസി ഇങ്ങനെ പറയുകയാണ്, അവരോട് പറഞ്ഞു, സർവശക്തനായ ദൈവത്തിന്റെ ബഹുമാനത്തിനും സ്തുതിക്കും വേണ്ടി ഈ ശല്യങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾ രക്ഷ പ്രാപിക്കും എന്ന് ഞാൻ നിങ്ങളോട് വാഗ്ദാനം ചെയ്യാന്ന് പറഞ്ഞു. നിങ്ങൾ രക്ഷ പ്രാപിക്കും. എന്നിട്ട് പറഞ്ഞു, നിങ്ങളെ കർത്താവ് കടാക്ഷിച്ച് ഭൗതികമായ ഐശ്വര്യം കർത്താവ് നിങ്ങൾക്ക് നൽകും. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നെങ്കിൽ കർത്താവ് നിങ്ങളോട് കരുണ കാണിക്കും. അങ്ങനെ പറഞ്ഞു കൊടുത്തു. നിങ്ങളെ കർത്താവ് രക്ഷിക്കും, എല്ലാ ശല്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കും, ഭൗതികമായ സമൃദ്ധി തരും. എന്നിട്ട് അവരോട് 3 വചനങ്ങൾ പറഞ്ഞു കൊടുത്തു. 3 ദൈവവചനം അതനുസരിക്കാൻ പറഞ്ഞു. ഒന്നാമത്തെ വചനം എന്ന് പറയുന്നത് മത്തായി 3:8. മത്തായി 3:8 ഒന്ന് വായിച്ചേ. മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ നിങ്ങൾ പുറപ്പെടുവിക്കും. അവരോട് പറയാ, നിങ്ങൾ മാനസാന്തരപ്പെടണം. ഈ ഹിമപാതത്തിൽ നിന്നും അതുപോലെ തന്നെ ക്രൂര ചെന്നായ്ക്കൾ രക്ഷപ്പെടാൻ നിങ്ങൾ മാനസാന്തരപ്പെടണം.
ഒന്നാമത്തെ വചനം അതാ. രണ്ടാമത്തെ വചനം പറഞ്ഞു സുഭാഷിതം 26:11. സുഭാഷിതം 26:11. കിട്ടിയോ? ഭോഷത്വം ആവർത്തിക്കുന്നവൻ ഛർദിച്ചത് ഭക്ഷിക്കുന്ന നായിയെ പോലെയാണ്. അപ്പോൾ നിങ്ങൾ ഭോഷത്വം ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ മാനസാന്തരപ്പെടാതെ ലോകത്തിന്റെ വഴികളിൽ അശുദ്ധിയുടെ വഴികളിലൂടെ പോകുന്നതും ദൈവനിഷേധങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുള്ളത് നിങ്ങൾ ആവർത്തിക്കരുത്. അത് നിങ്ങൾ ഉപേക്ഷിക്കണം. എന്നിട്ട് ദൈവത്തെ വിളിക്കണം എന്ന് പറയുകയാണ്. മൂന്നാമതൊരു വചനോട് കൊടുത്തു. യോശുവ 22:17. യോശുവ 22:17. വായിക്കാം. പെയോറിൽ വെച്ച് നമ്മൾ പാപം ചെയ്തു, അതിന് ശിക്ഷയായി കർത്താവ് ജനത്തിന്റെ മേൽ മഹാമാരി അയച്ചു. ആ പാപത്തിൽ നിന്ന് നമ്മൾ ശുദ്ധരായിട്ടില്ല. അപ്പൊ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുക. ഈ 3 വചനങ്ങളിലൂടെ ഇവരോട് പറയാം, നിങ്ങൾ മാനസാന്തരപ്പെടണം. അങ്ങനെ മാനസാന്തരപ്പെട്ട് ദൈവത്തിനോട് നന്ദിയുള്ളവരായിട്ട് മാറണം. ദൈവത്തോട് നന്ദിയുള്ളവരായിട്ട് മാറണം. അങ്ങനെ മാറുന്നില്ലെങ്കിൽ നിങ്ങൾ ഛർദ്ദിച്ചത് തന്നെ തിന്നുന്നവരായി മാറും. ആപത്തുകൾ നിങ്ങളെ കീഴ്പ്പെടുത്തും. നിങ്ങൾക്കുള്ള ശിക്ഷ ഇരട്ടിയാകും. അതുകൊണ്ട് കർത്താവ് കഠിനമായ മഹാമാരി അയച്ച് നിങ്ങളെ ശിക്ഷിക്കും, തകർത്ത് കളയും. അതുകൊണ്ട് നിങ്ങൾ മാനസാന്തരപ്പെടണം. അപ്പൊ ഈ 3 ദൈവവചനങ്ങൾ പറഞ്ഞ് അവരെ മാനസാന്തരത്തിലേക്ക് നയിക്കുക. ഈ ഗ്രേച്ചുവയിലെ ദൈവവചനം മുഴുവനും മാനസാന്തരത്തിലേക്ക് വന്നാൽ ഇവിടെ ഉണ്ടാകുന്ന മഞ്ഞ് പെയ്ത്ത് നിന്ന് നിങ്ങളുടെ കൃഷിയും മുന്തിരിത്തോട്ടങ്ങളും എല്ലാം അനുഗ്രഹിക്കപ്പെടും. ക്രൂര ചെന്നായ്ക്കളിൽ നിങ്ങൾക്ക് സംരക്ഷണം ലഭിക്കും. ദൈവം നിങ്ങളെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞു. എന്ത് സംഭവിച്ചെന്നറിയാമോ? ഈ ദൈവമക്കൾ കുമ്പസാരിച്ച് പ്രായശ്ചിത്തം ചെയ്ത് അവർ ദൈവത്തിലേക്ക് തിരിച്ചു. അവരുടെ ജീവിതത്തെ ദൈവത്തിലേക്ക് അവർ തിരിക്കാൻ തയ്യാറായി. അങ്ങനെ ദൈവത്തിലേക്ക് തിരിക്കാൻ തയ്യാറായപ്പോൾ ഈ അത്യാപത്തുകളും അപകടങ്ങളും മുഴുവനും ആ ദേശത്ത് നിന്ന് എന്നേക്കുമായി വിട്ടുപോയി എന്ന് ഫ്രാൻസിസ് അസിസിയുടെ ജീവചരിത്രത്തിൽ പറയുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം, ഹല്ലേലൂയാം. ഫ്രാൻസിസ് തന്നെ പറയുന്നുണ്ട്, ദൈവഭക്തിയിലേക്ക് തിരിച്ചു വന്ന ഈ ജനത്തിനെതിരെ ചെന്നായ്ക്കളോ അല്ലെങ്കിൽ ഹിമപാതമോ ഒരിക്കലും ശോഭിക്കാൻ ഇടയായില്ല എന്ന് പറയുകയാണ്. അപ്പൊ ദൈവത്തിന്റെ പ്രത്യേകമായ സംരക്ഷണം. അവിടെ ചെന്നായ്ക്കൾ ഇപ്പോഴും ഇല്ലേ? അന്നും ഇല്ലേ? ആ ചെന്നായ്ക്കൾ അവിടെ ഉണ്ട്, പക്ഷേ അവർ ശോഭിച്ചു വന്നില്ല. പ്രകൃതിയിൽ നിന്നുള്ള ആ ദുരന്തങ്ങൾ, അതിൽ നിന്നും പ്രത്യേകമായിട്ട് ദൈവം അവരെ സംരക്ഷിച്ചു എന്ന് പറയാണ്. അപ്പോൾ ദൈവത്തിന്റെ നിയമത്തിന് എതിരെ ജനങ്ങൾ പ്രവർത്തിക്കാതിരുന്നിടത്തോളം കാലം അവർക്കെതിരെയുള്ള നാരകീയ ശക്തികൾ ശോഭിച്ചില്ല. അപ്പൊ ദൈവത്തിന് എതിരായി, ദൈവിക നിയമങ്ങൾക്ക് എതിരായി പ്രവർത്തിക്കാതിരിക്കുന്നിടത്തോളം കാലം ദൈവം ദുരന്തങ്ങളിൽ നിന്ന് രക്ഷിക്കുമെന്ന് നമ്മൾ തിരിച്ചറിയണം. പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം. വളരെ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം. അതുകൊണ്ടാണ് യൂദത്തിന്റെ പുസ്തകം 5-ാമത്തെ അധ്യായം 17-18 വചനങ്ങൾ. യൂദിത്ത് 5:17-18 വചനങ്ങൾ. ബൈബിൾ എടുത്തു. തോബിത്ത്, യൂദിത്ത്, എസ്തേർ അങ്ങനെയാണ്. യൂദത്തിന്റെ പുസ്തകം 5-ാമത്തെ അധ്യായം 17-18 തിരുലിഖിതങ്ങൾ നമുക്ക് ഒരുമിച്ച് വായിക്കാം. തങ്ങളുടെ ദൈവത്തിനെതിരായി പാപം ചെയ്യാതിരുന്നിടത്തോളം കാലം അവർക്ക് അഭിവൃദ്ധി ഉണ്ടായി. പാപത്തെ വെറുക്കുന്ന ദൈവം അവരോടുകൂടി ഉണ്ടായിരുന്നു. എന്നാൽ അവിടുന്ന് നിർദ്ദേശിച്ച പാതകളിൽ നിന്ന് വ്യതിചലിച്ചപ്പോൾ അനേകം യുദ്ധങ്ങളിൽ അവർ ദയനീയമായി പരാജയമടഞ്ഞു. അപ്പൊ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുക, ദൈവത്തിനെതിരായി പാപം ചെയ്യാതിരിക്കുന്നിടത്തോളം കാലം അഭിവൃദ്ധി ഉണ്ടായി.
അതിന് കാരണം പറയുക, പാപത്തെ വെറുക്കുന്ന ഒരു ദൈവമുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒരു വ്യക്തി പാപം ചെയ്യാതെ പാപത്തിൽ നിന്ന് മാനസാന്തരപ്പെട്ട് നവീകരിക്കപ്പെട്ട് കൃപയുടെ ഒരു ജീവിതം നയിക്കാൻ തയ്യാറാകുമ്പോൾ അഭിവൃദ്ധി ലഭിക്കുമെന്ന് ദൈവത്തിന്റെ വചനം പറയുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം. അഭിവൃദ്ധി നിരന്തരം ജീവിതത്തിൽ നിലനിൽക്കാൻ പാപത്തെ വെറുത്തുപേക്ഷിക്കണമെന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയ. അപ്പൊ ഐശ്വര്യം സ്ഥിരമായി ലഭിക്കാൻ, നിലനിൽക്കാൻ പാപത്തെ ഉപേക്ഷിക്കണം. ഇതിനെക്കുറിച്ച് പ്രഭാഷകന്റെ പുസ്തകത്തിൽ 31-ാമത്തെ അധ്യായത്തിൽ 10-11 വചനങ്ങൾ. പ്രഭാഷകന്റെ പുസ്തകം 31-ാമത്തെ അധ്യായത്തിൽ 10-11 വചനങ്ങൾ. അതിന്റെ 10-ന്റെ 2-ാമത്തെ ഭാഗം. പാപം ചെയ്യാൻ കഴിവുണ്ടായിട്ടും അത് ചെയ്യാത്തവനും തിന്മ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ടായിട്ടും അത് ചെയ്യാത്തവനും ആരുണ്ട്? അവന്റെ ഐശ്വര്യം സ്ഥിരമായിരിക്കും, സമൂഹം അവന്റെ ഔദാര്യത്തെ പുകഴ്ത്തുകയും ചെയ്യും. അപ്പോൾ ദൈവത്തിന് വചനം പറയാ, പാപം ചെയ്യാൻ കഴിവുണ്ട് എന്നിട്ടും അത് ചെയ്യാത്തവൻ, തിന്മ പ്രവർത്തിക്കാൻ സാധ്യതകളുണ്ട്. ഇപ്പൊ പാപം ചെയ്യാൻ കഴിവുണ്ട്, ആരോഗ്യമുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള സമ്പത്തുണ്ട്, അതുപോലെ തന്നെ എല്ലാ ചുറ്റുപാടുകളും ഉണ്ട്. അതുപോലെ പാപം ചെയ്യാനുള്ള സാധ്യതകളും മുമ്പിൽ നിൽക്കുകയാണ്. അങ്ങനെ സാധ്യതകളും കഴിവും ജീവിതത്തിൽ ഉണ്ടായിട്ടും അത് ചെയ്യാതെ ഒരു വ്യക്തി അതിൽ നിന്ന് മാറിയാൽ ദൈവത്തിന്റെ വചനം പറയാം, അവന്റെ ഐശ്വര്യം സ്ഥിരമായിരിക്കും. അപ്പൊ സ്ഥിരമായ ഒരു ഐശ്വര്യം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ലഭിക്കാൻ പാപം ചെയ്യാതെ ആ ദൈവത്തിന് എതിരായി നിൽക്കാതെ ഒരു വ്യക്തി കൃപയിൽ നിൽക്കാൻ തയ്യാറായാൽ അവന്റെ ജീവിതത്തിൽ സ്ഥിരമായ ഐശ്വര്യം ദൈവം നൽകുമെന്ന് ദൈവത്തിന്റെ വചനം പറയുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയാം, വലതിന് ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയാം, സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം, ഹല്ലേലൂയാം. അപ്പോൾ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുക, സ്ഥിരമായ ഐശ്വര്യം കിട്ടും. സ്ഥിരമായ ഐശ്വര്യം പാപം ചെയ്യാതെ ഒരു വ്യക്തി മാറി നിൽക്കുമ്പോൾ. ഇനി വേറൊരു വചനത്തിൽ പറയുന്നുണ്ട്, ഐശ്വര്യം ആസ്വദിക്കും എന്ന് പറയുകയാണ്. നിന്റെ ജീവിതത്തിൽ ഐശ്വര്യം നീ ആസ്വദിക്കും എന്ന് പറയുന്നൊരു വചനമുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായം 18-19 വചനങ്ങൾ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാമത്തെ അധ്യായം 18-19. അപ്പൊ സ്ഥിരമായ ഐശ്വര്യം ഉണ്ടാകും. ഈ വചനത്തിൽ പറയുകയാണ്, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-18-19 പറയാ, നീ ഐശ്വര്യം ആസ്വദിക്കും. ഐശ്വര്യം ആസ്വദിക്കുന്നതും തമ്മിൽ വ്യത്യാസമില്ലേ? ഉണ്ടതും ആസ്വദിക്കുന്നതും തമ്മിൽ. ഇപ്പൊ എല്ലാം ഉണ്ട്, പക്ഷെ ഷുഗർ രോഗമാണെങ്കിൽ ഒന്ന് തിന്നാൻ പറ്റില്ലെങ്കിൽ ആസ്വദിക്കാൻ പറ്റുമോ? ലഡു എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പൊ ഇത് ഐശ്വര്യം ആസ്വദിക്കാൻ പറ്റും. ദൈവത്തിന് വചനം പഠിപ്പിക്കാം, നമുക്ക് വായിക്കാം. കർത്താവ് അരുളി ചെയ്യുന്നു, വരുവിൻ നമുക്ക് രമ്യതപ്പെടാം. നിങ്ങളുടെ പാപങ്ങൾ കടുംചുവപ്പാണെങ്കിലും അവ മഞ്ഞ് പോലെ വെണ്മയുള്ളതായി തീരും. അവ രക്തവർണ്ണമെങ്കിലും കമ്പിളി പോലെ വെളുപ്പിക്കും. അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും. അപ്പൊ ദൈവത്തിന്റെ വചനം പറയാം, ഐശ്വര്യം നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും അത് ആസ്വദിക്കാനുള്ള ഒരു സാഹചര്യവും ദൈവം തരും എന്ന് പറഞ്ഞാൽ, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ദൈവികാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവം ഐശ്വര്യം തന്നുകൊണ്ട് സ്ഥിരമായ ഐശ്വര്യം തരും. അത് അനുഭവിക്കാനുള്ള, ആസ്വദിക്കാനുള്ള സാഹചര്യം ദൈവം തരുമെന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയാം, വലതിരുവർത്തി പറഞ്ഞേ ഹല്ലേലൂയാം, സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാം, യേശുവേ ആരാധന, ഹല്ലേലൂയാം. അതുകൊണ്ട് ദൈവത്തിന്റെ ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കണം, ദൈവത്തോടുള്ള ബന്ധത്തിൽ ഉറച്ചു നിൽക്കണം. ദൈവിക കാര്യങ്ങളിൽ, ആത്മീയ കാര്യങ്ങളിൽ നമ്മൾ ചേർന്ന് നിൽക്കാൻ തയ്യാറാകണം. അങ്ങനെ ചേർന്ന് നിൽക്കാൻ തയ്യാറാകുന്ന വ്യക്തിയുടെ ജീവിതങ്ങളിൽ ദൈവം ഐശ്വര്യം തരും. ദൈവചിന്ത വീണ്ടെടുക്കുമ്പോൾ ഐശ്വര്യം അനുഭവിക്കാനായിട്ട് ദൈവം ഇടയാക്കുമെന്ന് ദൈവത്തിന് വചനം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ആത്മീയ കാര്യങ്ങളോട് നമ്മൾ താല്പര്യം കാണിക്കുന്നത്, ആത്മീയ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നമ്മുടെ അനുഗ്രഹത്തിനും കൃപയ്ക്കും കാരണമാണ്. അത് ഭൗതികമായ കാര്യങ്ങൾക്ക് പോലും നമുക്ക് സഹായകമാണ് എന്ന് ദൈവവചനം പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് തിമോത്തിയോസിന്റെ 1-ാം ലേഖനം 4:8 ദൈവത്തിന് വചനം പഠിപ്പിക്കുക. തിമോത്തിയോസിന്റെ 1-ാം ലേഖനം 4:8 ആത്മീയമായ കാര്യങ്ങളിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ഈ ലോക ജീവിതത്തിൽ ദൈവത്തിന്റെ കൃപ കിട്ടുമെന്ന് പറയാണ്. വരാനിരിക്കുന്ന ലോകത്തിലും
1 തിമോത്തി 4:8 ഒരുമിച്ച് വായിക്കാം. ആത്മീയത എല്ലാവിധത്തിലും വിലയുള്ളതാണ്. ഒരുമിച്ച് വായിക്കാം. ആത്മീയത എല്ലാവിധത്തിലും വിലയുള്ളതാണ്. എന്തുകൊണ്ടെന്നാൽ അത് ഈ ജീവിതത്തെയും വരാനിരിക്കുന്ന ജീവിതത്തെയും സംബന്ധിക്കുന്ന വാഗ്ദാനങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. അപ്പൊ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തി, ദൈവിക കാര്യങ്ങളിൽ ശ്രദ്ധയുള്ള ഒരു വ്യക്തി, ആത്മീയ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയുടെ ജീവിതത്തിൽ ആത്മീയത ഈ ലോക ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും സ്വർഗത്തെ സംബന്ധിച്ച നിത്യജീവനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ദൈവം സഹായിക്കുന്നുവെന്ന് ദൈവത്തിന് വചനം പഠിപ്പിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ആത്മീയ കാര്യങ്ങളിൽ നമ്മൾ പങ്കെടുക്കുന്നതും ആത്മീയ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതും നിസ്സാരമായ ഒരു കാര്യമല്ല. അത് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കർത്താവിൽ നിന്നും അനുഗ്രഹം കിട്ടാനുള്ള വഴികളാണ് എന്ന് ദൈവത്തിന് വചനം പഠിപ്പിക്കുക. അതുകൊണ്ടാണല്ലോ സുഭാഷിതം 3:6 വചനം ഇങ്ങനെ പഠിപ്പിക്കുക. സുഭാഷിതം 3:6 നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ ആകട്ടെ, അവിടുന്ന് നിനക്ക് വഴി തെളിച്ചു തരും. ഇപ്പൊ ദൈവത്തിന്റെ വചനം പറയാം, നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ദൈവവിചാരത്തോടെ ആയിരിക്കണം. അപ്പൊ നമ്മുടെ വഴികൾ കർത്താവ് തെളിച്ചു തരും. നമ്മുടെ വഴികൾ, അടഞ്ഞിരിക്കുന്ന മേഖലകൾ, പ്രതിസന്ധികളെ എടുത്തു മാറ്റാൻ ദൈവവിചാരത്തോടുകൂടി ദൈവചിന്തയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരുവന്റെ ജീവിതത്തിൽ കർത്താവ് ഇടപെടും. പറഞ്ഞേ ഹല്ലേലൂയാം. പലതിരുവരുത്തി പറഞ്ഞേ ഹല്ലേലൂയാം. സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം. അപ്പൊ ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് നമ്മൾ ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധയുള്ളവരായി മാറണം, ദൈവചിന്തയുള്ളവരായിട്ട് മാറണം. ഇന്ന് ദൈവചിന്ത നഷ്ടപ്പെട്ടു പോയ അനേകം വ്യക്തികൾ ഈ കാലഘട്ടങ്ങളിൽ പെരുകുമ്പോൾ നമ്മൾ ദൈവഭക്തിയുള്ളവരും ദൈവചിന്തയുള്ളവരുമായി മാറണം. ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. അങ്ങനെ ദൈവചിന്തയുള്ളവരായി ആത്മീയ കാര്യങ്ങളിൽ ദൈവഭക്തിയിൽ നമ്മൾ തീക്ഷ്ണതയുള്ളവരായി മാറുമ്പോൾ നമ്മുടെ ഭവനങ്ങൾ അനുഗ്രഹിക്കപ്പെടും. പ്രഭാഷകന്റെ പുസ്തകം 27:3 വചനം പറയുന്നുണ്ട്, ദൈവചിന്ത ഇല്ലാത്തവന്റെ ഭവനം എങ്ങനെ പെട്ടെന്ന് അധപ്പതിക്കും. അതിനെക്കുറിച്ച് പറയുകയാണ്. പ്രഭാഷകൻ 27:3 വചനം പഠിപ്പിക്കുകയാണ്. ദൈവഭക്തിയിൽ ദൃഢതയും തീക്ഷ്ണതയും ഇല്ലാത്തവന്റെ ഭവനം അതിവേഗം തകർന്നു പോകും. അപ്പൊ ദൈവത്തിന്റെ വചനം പറയാ, അവന്റെ ഭവനം അതിവേഗം തകരുമെന്നാണ് പറയുന്നത്. തകർന്നു പോകുന്നുള്ളതല്ല, അതിവേഗം തകരും. തകരുന്നത് വളരെ ഫാസ്റ്റായിട്ട് തകർന്നു പോകുന്നതാണ് പറയുന്നത്. അപ്പൊ ദൈവഭക്തിയിൽ തീക്ഷ്ണതയും ദൃഢതയും വേണം. അങ്ങനെ ദൃഢതയും തീക്ഷ്ണതയും ജീവിതത്തിൽ നമ്മൾ കാത്തു സൂക്ഷിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബങ്ങൾ ബലമുള്ള കുടുംബങ്ങളായി മാറും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ വചന ശുശ്രൂഷയിൽ ഇന്ന് നമ്മൾ പങ്കെടുക്കുമ്പോൾ കർത്താവ് നമ്മോട് പറയും, നമ്മുടെ കൂട്ടുകെട്ടുകൾ എങ്ങനെയായിരിക്കണം, ആരോടാണ് നമ്മൾ കൂടുതൽ സൗഹൃദം പുലർത്തേണ്ടത് എന്ന് ദൈവവചനം പഠിപ്പിക്കുന്നുണ്ട്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 37:12 ആരോടാണ് നമ്മൾ സൗഹൃദം പുലർത്തേണ്ടത്, നമ്മുടെ കൂട്ടുകെട്ടുകൾ, ബന്ധങ്ങൾ കൂടുതൽ ആരോടാണ് നമ്മൾ പുലർത്തേണ്ടത് എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ ദൈവചിന്തയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവചിന്തയിൽ നമ്മെ അകറ്റിക്കളയുന്ന അനേകം വ്യക്തികളുണ്ട്. അപ്പം അതുകൊണ്ട് എങ്ങനെയുള്ളവരോടുള്ള ബന്ധമാണ് നമ്മൾ ജീവിതത്തിൽ പുലർത്തേണ്ടത്? പ്രഭാഷകൻ 37:12 നമുക്ക് ഒരുമിച്ച് വായിക്കാം. ദൈവഭക്തനും കൽപ്പനകൾ പാലിക്കുന്നവനെന്ന് ഉറപ്പുള്ളവനും നിന്റെ സ്വഭാവത്തിന് ഇണങ്ങുന്നവനും നിന്റെ പരാജയത്തിൽ സഹതപിക്കുന്നവനുമായ ഒരുവനോട് എപ്പോഴും ഒട്ടി നിൽക്കുക. അപ്പൊ ദൈവത്തിന് വളരെ പറയാം, നമ്മൾ ആരോടാ ഒട്ടി നിൽക്കേണ്ടത്? നമ്മൾ കവലെ പോയിരിക്കുന്നവരോടല്ല, അല്ലെങ്കിൽ വിജ്ഞാനികളോടല്ല. ദൈവം പറയുന്ന കാറ്റഗറി എന്ന് പറയുന്ന ഇതാ, ദൈവഭക്തനോടായിരിക്കണം, കൽപ്പന മാനിക്കുന്നവനോടായിരിക്കണം. എന്നിട്ട് പറയാണ്, നിന്റെ സ്വഭാവത്തിന് ഇണങ്ങുന്നവൻ. കാരണം നീ ദൈവചിന്തയുള്ളവനാ, നീ ദൈവഭക്തിയുള്ളവനാ, നീ ദൈവിക ജ്ഞാനമുള്ളവനാ. അപ്പൊ അതുകൊണ്ട് നിനക്ക് നിന്റെ സ്വഭാവത്തിന് ഇണങ്ങുന്ന, നിനക്ക് നിന്റെ ദൈവഭക്തിയോട് ചേർന്ന് നിൽക്കുന്ന, ദൈവിക ജ്ഞാനമുള്ള, ദൈവകൽപ്പന പാലിക്കുന്നവനായ ഒരുവനോടാണ് നീ ചേർന്ന് നിൽക്കേണ്ടത്.
അങ്ങനെയുള്ളവർ നീ ചേർന്ന് നിൽക്കണം. അങ്ങനെ ചേർന്ന് നിൽക്കുമ്പോൾ അവൻ നിന്റെ പരാജയത്തിൽ സഹതപിക്കും, നിന്റെ പരാജയത്തിൽ നിന്റെ കൂടെ നിൽക്കും, നിന്നെ താങ്ങി നിർത്താൻ അവൻ നിന്റെ കൂടെ ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോഴും സുഹൃത്ത് ബന്ധങ്ങൾ സ്ഥാപിക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം ഇതാ: ദൈവഭക്തിയുള്ളവനോട്, ദൈവ സ്നേഹമുള്ളവനോട് നമ്മൾ ചേർന്ന് നിൽക്കണം. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് നമ്മൾ ഈ വചന ശുശ്രൂഷയിൽ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം ഇതാ: നമ്മളുടെ കൂട്ടുകെട്ടുകളും നമ്മുടെ ബന്ധങ്ങളും സൗഹൃദങ്ങളും ദൈവഭക്തിയുള്ളവരോടും ദൈവത്തിൻ്റെ കൽപ്പന പാലിക്കുന്നവരോടുമായി നമ്മൾ ചേർന്ന് നിൽക്കണമെന്ന് പറയുകയാണ്. അങ്ങനെ നമ്മൾ ദൈവഭക്തിയിൽ നമ്മൾ നിറയുമ്പോൾ, നമ്മൾ ദൈവഭക്തനെ സഹായിച്ചാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കും. ദൈവഭക്തരെ, ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ സഹായിച്ചാൽ ദൈവം നമ്മെ സഹായിക്കും. അങ്ങനെ ഒരു വചനമുണ്ട്, പ്രഭാഷകന്റെ പുസ്തകം 12:2. പ്രഭാഷകന്റെ പുസ്തകം 12:2. നമ്മൾ ദൈവഭക്തരെ നമ്മൾ മാനിച്ച് നന്മ ചെയ്താൽ, ദൈവഭക്തനോട് ചേർന്ന് നിൽക്കുക മാത്രമല്ല, ദൈവഭക്തന് നന്മ ചെയ്താൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമെന്ന് ദൈവത്തിന് വചനം പറയുകയാണ്. പ്രഭാഷകൻ 12:2. ദൈവഭക്തന് നന്മ ചെയ്താൽ നിനക്ക് പ്രതിഫലം ലഭിക്കും, അവനിൽ നിന്നല്ലെങ്കിൽ കർത്താവിൽ നിന്ന്. ഇപ്പൊ ദൈവത്തിന് വചനം പറയാം, ദൈവഭക്തന് നമ്മൾ ചെയ്യുന്ന ഉപകാരങ്ങളും നന്മകളും അതിന് പ്രതിഫലം നമുക്ക് കിട്ടിയിരിക്കും. ഇനി അവന് തരാൻ പറ്റിയില്ലെങ്കിൽ കർത്താവ് നിനക്ക് തരും. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ജീവിതത്തിൽ ഒരു സംഭവമുണ്ട്. അദ്ദേഹം റിയേറ്റി എന്ന് പറഞ്ഞ സ്ഥലത്ത് പർണശാലയിൽ താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് കലശലായ ഒരു രോഗം ബാധിച്ചു. അപ്പോൾ അങ്ങനെ രോഗബാധിതനായി അദ്ദേഹം വളരെ സീരിയസ് ആയിട്ട് അങ്ങനെ കിടക്കുന്ന സമയത്ത് ഒരു ഡോക്ടർ ചികിത്സിക്കാൻ വന്നു. പലപ്പോഴും വന്ന് ചികിത്സിച്ചു. അങ്ങനെ പലപ്പോഴും ചികിത്സിക്കാൻ വന്ന ഈ ഡോക്ടർക്ക് വേണ്ടുന്ന ഒരു പ്രതിഫലം നൽകാൻ ദരിദ്രനായ ഫ്രാൻസിസിന് പറ്റിയില്ല. അപ്പോൾ ഫ്രാൻസിസിന് പറ്റിയില്ല. അപ്പം അങ്ങനെ ഫ്രാൻസിസിന് പറ്റാതെ വന്നപ്പോൾ ഉദാരമതിയായ ദൈവം ആ ഡോക്ടറെ സഹായിച്ചു എന്ന് പിന്നീട് നമ്മൾ കണ്ടുമുട്ടുകയാണ്. ഡോക്ടർ തൻ്റെ സമ്പാദ്യം മുഴുവനും മുടക്കി ഒരു മനോഹരമായ വീട് പണിതു. മനോഹരമായ വീട് പണിത് അദ്ദേഹം അതിൽ താമസം ആരംഭിക്കുന്ന സമയത്ത്, താമസം തുടങ്ങുന്നുള്ളൂ, ആ സമയത്ത് അതിൻ്റെ ഭിത്തി, ചുമര് താഴേന്ന് മുകളിൽ വരെ വിണ്ടു കയറി. അവിടെ ജീവിക്കാൻ അപകടമായി മാറും. കാരണം അത് മാനുഷികമായ രീതിയിൽ അതിന് തടയാൻ പറ്റില്ല, അതിൻ്റെ ആ വിള്ളൽ മാറ്റാൻ പറ്റില്ല. അങ്ങനെ വിള്ളൽ മാറ്റാൻ പറ്റാത്ത വിധത്തിൽ അത് വലുതായി. ആ വീട് ഒന്നിനും കൊള്ളാത്ത കണ്ടീഷനായി. അപ്പം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ഡോക്ടർ വിശുദ്ധനായ ഫ്രാൻസിസ് അസീസിയുടെ പുണ്യയോഗ്യതകളെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ വിശ്വാസവും ഇതെല്ലാം കൃത്യമായിട്ടും ചികിത്സിക്കാൻ പോയി നേരിട്ട് കണ്ട മനുഷ്യൻ. അപ്പോൾ ഈ ഡോക്ടർ ഈ ഫ്രാൻസിസ് അസീസിയുടെ പുണ്യയോഗ്യതകളും വിശ്വാസത്തെക്കുറിച്ചും ഭയങ്കര ബോധ്യമുള്ളതുകൊണ്ട് ഈ ഡോക്ടർ ഇങ്ങനെ ചിന്തിക്കുകയാണ്: സഹോദരന്മാരോട് പറയാം, ഫ്രാൻസിസ് അസീസിയുടെ കരസ്പർശമേറ്റ എന്തെങ്കിലും സാധനം എനിക്ക് തരണമെന്ന് പറഞ്ഞു. അങ്ങനെ വിശ്വസിക്കുക. ഫ്രാൻസിസ് അസീസിയിലുള്ള പുണ്യം വിശ്വസിച്ചുകൊണ്ട് പല പ്രാവശ്യം ഈ സഹോദരന്മാരോട് ചോദിച്ചു, ഫ്രാൻസിസ് അസീസിയുടെ കരം സ്പർശിച്ചത്, കൈകൊണ്ട് തൊട്ട എന്തെങ്കിലും ഒരു കാര്യം തരാൻ പറഞ്ഞു. പല പ്രാവശ്യം ആവശ്യപ്പെട്ട് അവർ കൊടുത്തില്ല. പിന്നെ അവസാനം നിർബന്ധിച്ച് ചോദിച്ചപ്പോൾ അവർ കൊടുത്തത് ഫ്രാൻസിസ് അസീസിയുടെ തലമുടി ഒരു ഇഴ കൊടുത്തു. ഒരു തലമുടി. അപ്പം ഈ വൈകുന്നേരമാണ് കിട്ടിയത്. ഇദ്ദേഹം ഈ ഡോക്ടറെ ഈ തലമുടി കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയി ഈ വിള്ളലിൻ്റെ അകത്ത് കയറ്റി വെച്ചു. എന്നിട്ട് ഇദ്ദേഹം കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ അദ്ദേഹം നോക്കുമ്പോൾ, പ്രഭാതത്തിൽ ഉണർന്നുമ്പോൾ കണ്ടത് ഭിത്തിയുടെ വിള്ളലുകൾ മുഴുവനും വളരെ ശക്തിയായി തന്നെ കൂട്ടിച്ചേർന്നിരിക്കുന്നു. അതിൻ്റെ അകത്ത് ഈ തലമുടി ഇരിപ്പുണ്ട്. അത് വലിച്ചെടുക്കാൻ പറ്റിയില്ല. അത്രമാത്രം അത് അകന്നുപോയത് അടുത്തു വന്ന് അങ്ങനെ അത് ബലവത്തായി മാറി. ആ വിള്ളലിൽ നിന്നും, അത് ആ തകർച്ചയിൽ നിന്നും ആ ഭവനം രക്ഷിക്കപ്പെട്ടു എന്ന് ഫ്രാൻസിസ് അസീസിയുടെ ജീവചരിത്രത്തിൽ പറയുന്ന കാര്യമുണ്ട്. അതിന് കാരണം ഇതാ: ദൈവഭക്തന് നന്മ ചെയ്താൽ പ്രതിഫലം കിട്ടും,
അത് അവനിൽ നിന്ന് അല്ലെങ്കിൽ കർത്താവിൽ നിന്ന് കിട്ടുമെന്ന് പ്രഭാഷക വചനം ഓർമ്മപ്പെടുത്തിയ പ്രഭാഷക 12:2 നമുക്കൊന്ന് ഒരുമിച്ച് വായിക്കാം ഒന്നുകൂടി. ദൈവഭക്തന് നന്മ ചെയ്താൽ നിനക്ക് പ്രതിഫലം ലഭിക്കും, അവനിൽ നിന്നല്ലെങ്കിൽ കർത്താവിൽ നിന്ന്. അതുകൊണ്ടാണ് ഈശോ തന്നെ ഇതിനെക്കുറിച്ച് പറഞ്ഞു വെക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 10-ാമത്തെ അധ്യായം 40, 41, 42 വചനങ്ങളിൽ ഈശോ പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 10-ന്റെ 40, 41, 42 വചനങ്ങൾ ഒരുമിച്ച് വായിക്കാം. നിങ്ങളെ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു, എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നു, പ്രവാചകനെ പ്രവാചകനായി സ്വീകരിക്കുന്നവന് പ്രവാചകന്റെ പ്രതിഫലവും, നീതിമാനെ നീതിമാനായി സ്വീകരിക്കുന്നവന് നീതിമാന്റെ പ്രതിഫലവും ലഭിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ വചനം പറയാ, പ്രവാചകനെ പ്രവാചകനായി സ്വീകരിക്കുന്നവന് പ്രവാചകന്റെ പ്രതിഫലം ലഭിക്കും, നീതിമാനെ നീതിമാനായി സ്വീകരിക്കുന്നവന് നീതിമാന്റെ പ്രതിഫലം ലഭിക്കും. അപ്പോൾ ദൈവത്തിന്റെ വചനം പറയാം, ദൈവഭക്തനെ, നീതിമാനെ, ദൈവവിചാരമുള്ള ഒരു വ്യക്തിയെ നമ്മൾ സഹായിച്ചാൽ, അവനെ വേണ്ടുന്ന വിധത്തിൽ നമ്മൾ പരിഗണിച്ചാൽ അതിലൂടെ ദൈവത്തിന്റെ പ്രതിഫലം കിട്ടുമെന്ന് ദൈവത്തിന്റെ വചനം പറയാണ്. അതുകൊണ്ട് ദൈവവിചാരം നിസാരമായ കാര്യമല്ല, ദൈവചിന്ത നിസാരമായ കാര്യമല്ല, ദൈവചിന്ത പുലർത്തുന്നവർ നിസാര വ്യക്തികളല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇന്ന് ഈ ദൈവവചനത്തിലൂടെ ശുശ്രൂഷയിലൂടെ നമ്മൾ കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തിയ നമ്മുടെ ബലികളിലും നമ്മുടെ സമർപ്പണങ്ങളിലും ദൈവം പ്രസാദിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവഭക്തി അല്ലെങ്കിൽ ദൈവചിന്ത ഇല്ലാതെ പോകുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ദൈവചിന്തയിലും ദൈവഭക്തിയിലും വളരുന്നവരായി മാറുമ്പോൾ നമ്മുടെ ബലിയർപ്പണങ്ങളും നമ്മുടെ കാഴ്ചകളും അതുപോലെ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടതായി മാറും. ഇതിനെക്കുറിച്ച് പ്രഭാഷകന്റെ പുസ്തകം 34-ന്റെ 23 ദൈവത്തിന്റെ വചനം പറയാണ്. പ്രഭാഷകൻ 34-ന്റെ 23 ഒരുമിച്ച് വായിക്കാം. ദൈവഭക്തി ഇല്ലാത്തവന്റെ ബലികളിൽ അത്യുന്നതനും പ്രസാദിക്കുന്നില്ല. അവൻ എത്ര ബലി അർപ്പിച്ചാലും അവിടുന്ന് പ്രസാദിക്കുകയോ പാപമോചനം നൽകുകയോ ഇല്ല. അപ്പം അതുകൊണ്ട് ദൈവത്തിന് വചനം ഉറപ്പിച്ചു പറയുക, ദൈവഭക്തി നമ്മൾ വളർത്തണം. ദൈവഭക്തിയോടെ നമ്മൾ അർപ്പിക്കുന്ന ബലികൾ അനുഗ്രഹമായി മാറും, അത് ദൈവത്തിന് പ്രീതികരമായി മാറുമെന്ന് ദൈവത്തിന് വചനം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഈ ദിവസം പ്രത്യേകമായിട്ടും ദൈവചിന്ത ഉള്ള വ്യക്തികളായിട്ട് മാറാം. അനേകർ ദൈവവിശ്വാസം നിഷേധിക്കുമ്പോൾ, അനേകർ ദൈവത്തെ തള്ളിക്കളയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവചിന്ത കൊണ്ടും ദൈവഭക്തി കൊണ്ടും നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ നമുക്ക് ഈ ദിവസം പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് നിന്ന് 2 കരങ്ങളും ഉയർത്തി ഈ ദിവസം കർത്താവ് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കാൻ ആഗ്രഹിച്ച് ദൈവചിന്ത കൊണ്ട് നമ്മൾ നിറയപ്പെടുന്നവരായി മാറാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് 2 കരങ്ങളും ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി പറഞ്ഞ് ആരാധിക്കുന്നു, സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു. രക്ഷകനായി യേശുവേ അങ്ങ് ആരാധിക്കുന്നു. ഞങ്ങളുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ മഹത്വം, ദൈവമേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന. നമുക്ക് പരിശുദ്ധ കുർബാനയ്ക്കായിട്ട് ഒരുങ്ങാം.